ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നശിച്ചു പോകത്തില്ല, തകർന്നു പോകത്തില്ല. ക്രിസ്തു യേശുവിൻ്റെ സാക്ഷികളായി തന്നെ നമ്മൾ തീരുക തന്നെ ചെയ്യും. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കും. ദൈവം നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റും. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോൾ തന്നെ പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ കുടുംബമായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രതീക്ഷയോടെ വലിയ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുക. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നശിച്ചു പോകത്തില്ല, തകർന്നു പോകത്തില്ല. ദൈവത്താൽ നിങ്ങൾ സാക്ഷികളായി മാറും. ആമേൻ. നന്ദി കർത്താവേ. നമുക്ക് തുടർച്ചയായിട്ട് പിന്നെയും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. വചനം ഓർമ്മയുള്ളവർ. വചനം ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗുകൊണ്ട് പറഞ്ഞിട്ട് അത് കാണാൻ വിശ്വാസത്തോടെ വാക്ക് കേൾപ്പിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. നമ്മൾ കാണണം അല്ലേ? നമ്മൾ കണ്ടുകൊണ്ട് ഒരു കാര്യം, ബൈബിളിൻ്റെ ഒരു വ്യവസ്ഥ ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരിക്കലും പറഞ്ഞാൽ ലോകപ്രകാരം ഒന്നും മാറാൻ പോകുന്നു. പക്ഷേ ബൈബിൾ ഒരു വിശ്വാസി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തി പറഞ്ഞാലേ ചിലത് സംഭവിക്കത്തുള്ളൂ. പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പിക്കണം, ഞാൻ ഈ പറയുന്നതാണ് കാണാൻ വേണ്ടി പോകുന്നത്. ആ ഉറപ്പിൻ്റെ അകത്ത് വന്നുകൊണ്ട് പറയുക. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. വൻ കൃപകളാൽ കർത്താവ് നമ്മളെ സഹായിക്കും. വലിയ നന്മകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. നമുക്ക് പിന്നെയും ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം എല്ലാ മേഖലയിലും നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നമുക്ക് പിന്നെയും ഇന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമാണ് ഞാൻ ധ്യാനിച്ചു വരുന്നത്. അതിൻ്റെ അകത്തെ 3-ാം അധ്യായത്തിൻ്റെ പരിചിതമായ വാക്യം നമ്മൾ 1-2 അധ്യായത്തിൽ നിന്ന് 3 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. അവിടെ 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട അറിയാവുന്നൊരു വാക്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. 2 കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നോക്കിക്കേ, ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും ന്യായവിധിയില്ല. വിശ്വസിക്കാത്ത ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയാകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. 2-3 കാര്യമാണ് നാം കേട്ടിരിക്കുന്നത്. 1, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി നശിക്കത്തില്ല. 2, യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് വിധിപ്പാനല്ല, രക്ഷിക്കാനാണ്. 3, യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. ആമേൻ. ഇവിടെ 3 കാര്യമാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു നാളും നശിച്ചു പോകത്തില്ല. ഗ്യാരണ്ടി സ്വർഗത്തിൻ്റെതാണ്. ആമേൻ. ഇപ്പോൾ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലം, ധൈര്യം, ശക്തി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നശിച്ചു പോകുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ അകത്ത് ഇല്ല, ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശു ലോകത്തെ രക്ഷിപ്പാൻ വന്നിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. പലപ്പോഴും നമ്മൾ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഇതെല്ലാം കേട്ടല്ലേ, ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കരുത്.
പലപ്പോഴും നമുക്ക് വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോഴേക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് പലർക്കും ഉണ്ടാകും. ഈ സെൽഫ് കോൺഫിഡൻസും വിശ്വാസത്താൽ ബൈ ഫെയ്ത്തിൽ നമ്മൾ നിൽക്കുന്നത് തമ്മിൽ രണ്ടും രണ്ടാണ്. ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് പലപ്പോഴും പറഞ്ഞു, നമുക്ക് ഈ സുവിശേഷത്തിൽ നമ്മൾ യേശുവിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും പല ആളുകളും ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാഴ്ച, കുറേ കഴിയുമ്പോൾ ആളുകളുടെ അകത്തേക്ക് ഒരു നെഗളം കയറും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ബൈബിൾ തന്നെ പറയുന്നു, നിങ്ങൾ പിശാശിന് വന്നതുപോലെ, നെഗളിയായ പിശാശ് നെഗളിച്ച് പിശാശിന് വന്നതുപോലെ വരാതിരി. ഇപ്പം നമ്മുടെ അകത്തൊരു നെഗളം കയറും. ഈ നെഗളം എന്തുകൊണ്ടാണ് കയറുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്തൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. ഒരു വിശ്വാസിക്ക് ഒരിക്കലും വിശ്വാസ ജീവിതത്തിൽ, വേറെ എന്തിലും ആയിക്കോട്ടെ, വിശ്വാസ ജീവിതത്തിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകരുത്. പകരം ദൈവത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളവരായിരിക്കണം. ദൈവത്തിലായിരിക്കണം കോൺഫിഡൻസ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ രണ്ട് കാര്യം പറയുമ്പോൾ ആൾക്കാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഒന്ന്, ക്രിസ്തു യേശുവിലുള്ളവർ ഒരു കാലത്തും നശിച്ചു പോകത്തില്ല. രണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധി ഇല്ല. അപ്പം ന്യായവിധി ഇല്ല. അപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് മർക്കോസിൻ്റെ 16 പറഞ്ഞ്, വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടും. വിശ്വസിക്കാത്തവർക്ക് ശിക്ഷാവിധിയും വിശ്വസിക്കുന്നവർക്ക് രക്ഷാപദ്ധതിയാണ്. അപ്പോൾ നമ്മളെ ദൈവം രക്ഷാപദ്ധതിയിൽ നിർത്തിയിരിക്കുന്നു. എന്നാൽ പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും, നമ്മൾ ഈ ലോകത്തിൽ യേശുവിൽ ജീവിക്കുന്ന സമയത്ത് ഒന്ന് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വലിയൊരു മൽപ്പിടുത്തം ഉണ്ടാകുന്നുണ്ട്. ഈ മൽപ്പിടുത്തം എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു മൽപ്പിടുത്തം ഉണ്ടാകുന്നുണ്ട്. ആ മൽപ്പിടുത്തമാണ്, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് മറക്കരുത്, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് നിത്യജീവനുണ്ട്, അവർ ഒരു നാളും നശിച്ചു പോകത്തില്ല. നോക്കിക്കേ, ഒരു നാളും നശിക്കത്തില്ല. രണ്ട്, യേശു വന്നത് എന്നെ രക്ഷിക്കാനാണ്. മൂന്ന്, എനിക്ക് ന്യായവിധി ഇല്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഈ പാപചിന്ത സ്വഭാവങ്ങൾ എൻ്റെ അകത്തോട്ട് ഇങ്ങനെ വരുന്നതോ? പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ, നമ്മുടെ മനസ്സിലേക്ക് പാപചിന്ത സ്വഭാവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോൺഫിഡൻസിനെ ഇത് കവർന്നെടുക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസിനെ ഇത് കവർന്നെടുക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു നിമിഷം ഞാൻ നോക്കിക്കോട്ടെ, എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് ഈ വൈകുന്നേരം മുതൽ ഞാൻ വചനം നമ്മൾ നോക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ വന്നതാണ് ഒരു ഷാജി, അതിൻ്റെ അകത്ത് തന്നെ ഒരു മിനി, ഷാജി മിനി എന്ന 2 പേർക്ക് വേണ്ടി ഒരു കുടുംബത്തിൻ്റെ അകത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞ്, ഈ ഷാജിയും മിനിയും എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഈ സൂമിലോ ലൈവിലോ ഇന്ന് കൂടുന്നത്, ഷാജി മിനി, അവരുടെ തലമുറയ്ക്ക് തലമുറ എന്റെ ഫ്രണ്ട് മിനി, ഭർത്താവ് ഷാജി. ബ്രദർ, ഒരു മിനിറ്റ്, എന്റെ സിസ്റ്റർ-ഇൻ-ലോയുടെ ഹസ്ബൻഡ്. ഞാൻ ഇതിൻ്റെ അകത്ത് ആ കുടുംബത്തിനകത്ത് തലമുറയിൽ എയിൽ ആരംഭിക്കുന്ന പേരുള്ള ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മോന്റെ പേര് അലന്നാണ്. എനിക്കറിയില്ല. അവരുടെ മോന്റെ പേര് എന്റെ ആങ്ങളുടെ പേര് ഷാജി, ഭാര്യ മിനി, മോടെ പേര് അക്സ. അല്ല, മോൻ ആൺ തലമുറയുമായിട്ട് അലനാണുള്ളത്, ആൺ തലമുറ. ആ കുടുംബത്തിന് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുകയാണ്. അത് നോക്കി, ഷാജി മിനി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൽ എ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മൂത്ത തലമുറയുള്ള വ്യക്തിയാണ്. അതാരാണോ ഇപ്പൊ പറഞ്ഞത്, അലനുമായിട്ട് ബന്ധപ്പെട്ടത്. അത് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആ ഭവനത്തിന് വേണ്ടി പ്രത്യേകം നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണേ. ദുഷ്ടൻ്റെ ആശ നശിക്കും. ആ കുടുംബത്തിൻ്റെ മേൽ ഉന്നം വെച്ച് ഒരു ദുഃഖ വാർത്ത കയറ്റുമെന്ന് പറയുന്ന പിശാചിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ ആ കുടുംബം വിട്ട് മാറിപ്പോകുന്നതായിട്ട് കർത്താവ് പറയുന്നു. നന്ദി യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ ദിവ്യ സാന്നിധ്യത്തിന് നന്ദി കർത്താവേ. ആമേൻ. നോക്കിക്കേ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ മനസ്സിലേക്ക് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതാണ് വിശ്വാസ ജീവിതം. നിങ്ങൾ ബൈബിൾ നോക്കിക്കേ, ഇതാണ് വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങളിൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കത്തില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഇച്ഛിക്കുവാൻ തക്കവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. നോക്കിക്കേ, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേഷനായിട്ട് തോന്നും വിശ്വാസ ജീവിതം.
കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രസാദ് ബ്രദർ ഒരു സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം, നിങ്ങൾ എത്ര പേര് കേട്ടെന്ന് എനിക്കറിയത്തില്ല, പ്രസാദ് ബ്രദർ ഇന്ന് പ്രാർത്ഥനയ്ക്കുണ്ടോ, 25 വർഷമായിട്ട് അദ്ദേഹം ഹാൻഡ്സ് വെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആർക്കും അറിയത്തില്ലായിരുന്നു. പലപ്പോഴും പ്രാർത്ഥനാ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒത്തിരി സമയം അത് എടുത്തെറിഞ്ഞിട്ടും ഒക്കെ നോക്കിയിട്ട് പോലും അതിനെ ജയിക്കാൻ പറ്റിയില്ല. പലതവണ അദ്ദേഹം ശ്രമിച്ചു. 25 വർഷമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിനെ ജയിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടു. എന്നാൽ നമ്മുടെ കൂട്ടായ്മയിൽ വന്ന് വചനം കേട്ടപ്പോൾ ഒരു സാന്നിധ്യം, ഞാനിന്ന് പറയാൻ വേണ്ടി പോണ സാന്നിധ്യം, അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഇന്നലെ വരെ എടുത്തെറിഞ്ഞിട്ടും പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും ഒക്കെ മാറാതിരുന്ന ശീലം അദ്ദേഹത്തിൻ്റെ അകത്തുനിന്ന് മാറിപ്പോയിരിക്കുന്നു. എത്ര പേരാ സാക്ഷ്യം കേട്ടായിരുന്നു? ആമേൻ. പ്രസാദ് ബ്രദർ ആ സാക്ഷ്യം പറഞ്ഞ് നമ്മൾ കേട്ടായിരുന്നു അല്ലേ? ആമേൻ, ആമേൻ, ആമേൻ. അപ്പം നമ്മൾ കേൾക്കാം. 27 വർഷം മിച്ചമാ. കേട്ടെ, 27 വർഷമായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ അകത്തുനിന്ന് മാറി. ഇപ്പോഴും നിങ്ങൾ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് ജഡത്തിൻ്റെ അഭിലാഷങ്ങളുണ്ട്. വിശ്വാസ ജീവിതത്തിൽ ജഡത്തിൻ്റെ ചിന്തയുണ്ട്, ജഡത്തിൻ്റെ അഭിലാഷങ്ങളുണ്ട്. ഇതാണ് പലപ്പോഴും വിശ്വാസികളെ, നമ്മളെ ഒരു സാധാരണ മനുഷ്യൻ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്ത് കുറ്റബോധം, പാപബോധം, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം നിറഞ്ഞിട്ട് നമ്മുടെ മനസ്സിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ അകത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു ശബ്ദമാണ്, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, ക്രിസ്തുവിൽ നമുക്കൊരു ബലമില്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? നമ്മൾ ജീവിക്കുന്നത് ആത്മീയരായിട്ടാണെങ്കിൽ പോലും നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ജഡത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് അഭിലാഷങ്ങളുണ്ട്. ജഡത്തിൻ്റെ അഭിലാഷം താഴേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. 19 ജഡത്തിൻ്റെ പ്രവൃത്തിയോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശന്ത, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ. നോക്കിക്കേ, മുതലായവ. അപ്പോൾ ഇവിടെ പറയുന്ന ജഡത്തിൻ്റെ അഭിലാഷങ്ങളും ജഡത്തിൻ്റെ പ്രവൃത്തികളും ഉണ്ട്. അപ്പം നമ്മുടെ ജഡത്തിൻ്റെ അകത്ത് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ചിന്ത നമ്മളിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് വർദ്ധിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളിൽ വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ആമേൻ. പലപ്പോഴും നമ്മളതിനെ ശാസിച്ചിട്ടും നമ്മളതിനെ പുറത്തു പോകാൻ കൽപ്പിച്ചിട്ടും ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടും ഒന്നും അത് വിട്ടുപോകുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നോക്കിക്കേ, ഇതെന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇതിനെ ജയിക്കാം? ആദ്യം ഞാൻ പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുന്നവൻ സ്വന്തമായിട്ട് പറയണം, ഞാൻ ഒരു നാളും നശിക്കത്തില്ല. 2, ദൈവത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും ഞാൻ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഭയം. അങ്ങനെയാണെങ്കിൽ കർത്താവിൽ നമ്മളിനി എന്തു തോന്നിവാസവും നമുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചോണം. ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുന്ന സമയത്ത്, ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്ക് മറക്കല്ലേ, നമുക്കൊരിക്കലും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകരുത്. വിശ്വാസത്തിൽ സെൽഫ് കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ദൈവസന്നിധിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞാൽ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാണ്ട്, നമ്മൾ കൊരിന്ത്യലേഖനത്തിലെ വാക്യം കേട്ടായിരുന്നല്ലേ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എപ്പോഴും എന്ത് ചെയ്യും? വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. പകരം എന്ത് ചെയ്യണം? യൂദായുടെ ലേഖനത്തിൽ പറയുന്നു, വീഴാതവണ്ണം എന്നെ സൂക്ഷിച്ചും തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ കഴിയുന്ന എൻ്റെ കർത്താവ്. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതിൻ്റെ അകത്ത് എൻ്റെ ഉള്ളത്തിൽ ശരണ്യ എന്ന് പറയുന്ന തലമുറയുള്ള ആരെങ്കിലും സൂമിൽ കേൾക്കുന്നുണ്ടോ അഥവാ ലൈവിലുണ്ടോ? ശരണ്യ എന്ന് പറയുന്ന തലമുറയുള്ള വ്യക്തി, ശരണ്യ എന്ന് പറയുന്ന തലമുറയുള്ള വ്യക്തി ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയുടെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോവാണ്. ശരണ്യ എന്ന് പറയുന്ന തലമുറയുള്ള വ്യക്തി സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ നിമിഷം ആ തലമുറയ്ക്ക് വേണ്ടി സ്വീകരിച്ചോണേ. ശരണ്യയുടെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഇപ്പം കർത്താവ് ചെയ്യും. തലമുറയുള്ളതാരെൻ്റെ അകത്ത്, അതോ ഈ സഹോദരി മാത്രമേ ഉള്ളോ? സിസ്റ്ററെ, ഈ ചേച്ചിയുടെ മോക്ക് മൊത്തം 3 പേരുള്ളവരാണോ അതോ ഒറ്റയാളാണോ? ഇത് 3 പേരുള്ള തലമുറയാണോ? അതെ ബ്രദറെ, അതിലൊരാൾ മരിച്ചു. 3 പേരുള്ളതായിരുന്നു അല്ലേ? അതെ, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, ആ സഹോദരൻ ഉണ്ടായി, അയാള് മരിച്ചുപോയി.
ഓ ജീസസ്. ഇന്ന് അടുത്ത ആളെ ഉന്നം വെച്ച് നിൽക്കുന്ന ഒരു ദുഷ്ട പിശാചിൻ്റെ പ്ലാൻ ഇന്ന് കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും കേട്ടോ. ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ 3 പേരെ കാണിച്ചു. പക്ഷേ അവിടെ മരണം വാഴ നോക്കുന്ന അനുഭവത്തെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നപ്പോൾ അടുത്തതിനെ ഉന്നം വെച്ച് അവരോട് പറയണം കേട്ടോ, യേശുവിന് അത് കർത്താവിൽ ബലപ്പെട്ടോളാൻ പറ, ഭയപ്പെടാൻ വേണ്ടിയല്ല. യേശുവിൻ്റെ നാമത്തിൽ കുടുംബം ദിവ്യ സമാധാനത്തിലേക്ക് കർത്താവ് കയറ്റാൻ വേണ്ടി പോവാ. ഓ യേശുവേ, പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നോക്കിക്കേ, ഇവിടെ ജഡാഭിലാഷം ജഡത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, വിശ്വാസ ജീവിതത്തിൽ ആദ്യം മനസ്സിലാക്കണം, ഞാൻ നശിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞത് ഞാനല്ല, ദൈവമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞത് ദൈവമാണ്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് പറയാൻ വിചാരിച്ചു, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ഒരിക്കലും നശിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ ഭയപ്പെടണം. അത് എൻ്റെ വാക്കാണ്. ആ വാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവം പറയുന്നു നീ നശിക്കത്തില്ല. പക്ഷെ നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഇത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്കുണ്ട്, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നൊരു വാക്കാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഞാനിപ്പം പ്രസാദ് ബദറിനോട് പറയാം, പ്രസാദ് ബദറെ 27 വർഷമായിട്ട് ഹാൻഡ്സ് വെക്കുമല്ലേ, യേശുവിൻ്റെ നാമത്തിൽ അത് നിർത്താൻ പറഞ്ഞാൽ ഈ പറയുന്ന പ്രസാദ് ബദർ നിർത്താൻ പറ്റുമോ? നിങ്ങൾ പറ. ഞാൻ ഉപദേശിക്കുക, ഇത് ഹാൻഡ്സ് വെച്ചാൽ ക്യാൻസർ വരും, നിങ്ങളുടെ നിങ്ങളുടെ ചുണ്ടെല്ലാം കൂടെ ക്യാൻസർ വന്ന് പഴുത്തു പോകും, നിങ്ങൾക്ക് ക്യാൻസർ വന്ന് നിങ്ങൾ മരിച്ചു പോകും എന്നൊക്കെ ഞാൻ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് ഇഷ്ടംപോലെ ബോധവൽക്കരണ ക്ലാസ്സുകൾ ലോകത്തിലുണ്ട്. എന്തിന്? ഹാൻഡ്സ് മേടിക്കുമ്പോൾ തന്നെ ഈ പ്രത്യേകിച്ച് പുകവലി മദ്യപാനത്തിൻ്റെയൊക്കെ നിങ്ങൾ മേടിക്കുമ്പോൾ അറിയാൻ പറ്റും, അതിൻ്റെ പാക്കറ്റിൻ്റെ അകത്ത് തന്നെ ഈ ക്യാൻസർ വന്ന് ആളുകളുടെ ചുണ്ടിങ്ങനെ ക്യാൻസർ വന്നു പോയിരിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പോലും വെച്ചിട്ടാണ് അവരിത് എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത് തന്നെ. അപ്പോൾ ഉപദേശം കിട്ടിക്കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ വ്യക്തിക്ക് നന്നാകാൻ പറ്റത്തില്ല. പക്ഷെ ബൈബിൾ പറയുന്നു ആത്മാവിനെ അനുസരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ വാക്യം കണ്ടോ നിങ്ങൾ? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം. അപ്പോൾ ആത്മാവിനെ അനുസരിക്കുന്നവർക്ക് ഇതെല്ലാം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, എത്ര പേർക്ക് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് പറഞ്ഞ്? അങ്ങനെ കൊള്ളാവുന്ന എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? എനിക്ക് കേട്ടെ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞോടാ ഞാൻ പറയാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരിക്കലും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകരുത്. ഇത് തന്നെയാണ് പഴയ നിയമം നിങ്ങൾ വായിക്കുന്ന സമയത്ത്, പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, മോശ മുഖാന്തരം ദൈവം കൽപ്പന കൊടുത്ത ഉടനെ ജനത്തിന് മുഴുവൻ വായിച്ചു കേൾപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് അനുസരിക്കാമോ എന്ന് ദൈവം ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു, ഞങ്ങളിത് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അനുസരിക്കാമെന്ന് പറഞ്ഞു. ഉടനെ മോശയോട് പറഞ്ഞു, മോശ ഒരു കാര്യം ചെയ്യ്, ഒരാടിനെ അറുത്ത് രക്തം തളിച്ച് ആ രക്തം കൊണ്ട് ആ ഉടമ്പടിയെ ഉറപ്പിക്കാൻ പറഞ്ഞു. ഇതനുസരിക്കുന്നവൻ അനുഗ്രഹിക്കും. അവരോർത്ത് ഭയങ്കര ഈസിയാണ്. അവർ പറഞ്ഞു, കൊല ചെയ്യരുത്, ഈസിയാണ്, നിൻ്റെ ദൈവമായ യഹോവയെ മറ്റല്ലാതിനെ ആരാധിക്കരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം ചെയ്യരുത്, ശബത്ത്, ഇതെല്ലാം ഓക്കെ ആയിരുന്നു. അവസാനത്തെ ഒരു വാക്യമുണ്ട്, മോഹിക്കരുത്. ഇവിടെ എത്തിയപ്പോഴേക്കും മനുഷ്യരെല്ലാം വീഴാൻ തുടങ്ങി. ബൈബിൾ പറയും, നാം എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവർ ആയിത്തീർന്നു. ദൈവത്തെ നമുക്ക് അനുസരിക്കാൻ പറ്റില്ല പ്രിയരെ. എപ്പോഴും ഓർത്ത്, അങ്ങനെ അനുസരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിന് തെറ്റുപറ്റത്തില്ലായിരുന്നു. നമുക്ക് ഒരിക്കലും ദൈവത്തെ അനുസരിക്കുവാനുള്ള കഴിവില്ല. കാരണം നമ്മുടെ അകത്ത്, ജഡത്തിൻ്റെ അകത്ത് അഭിലാഷങ്ങളുണ്ട്, ടെംപ്റ്റേഷനുകളുണ്ട്. ഈ ജഡത്തിൻ്റെ വരവ് ലോകത്തിൽ നിന്നാണ്. ദൈവം നമ്മുടെ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നല്ല, പകരം പാഴും ശൂന്യമായ ഭൂമിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞ്, മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട് മണ്ണിനോട് ചേരും. ഇതിൻ്റെ ആഗ്രഹം എപ്പോഴും മണ്ണിനോടാ, ലോകത്തോടാ. ഈ ശരീരത്തിൻ്റെ അഭിലാഷം മൊത്തം ജഡീകമാണ്. അപ്പോൾ ഈ ജഡത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ദൈവത്തെ അനുസരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മലയാളത്തിൽ വന്നപ്പോഴേക്കും ആത്മാവിനെ അനുസരിക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴേക്കും വാക്ക് ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞത്. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നടക്കുക, ആത്മാവിൽ നടക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നടക്കുന്നൊരു വ്യക്തിയുടെ പ്രത്യേകത, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ആമേൻ. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ നടക്കുവാന്നൊരു തോന്നൽ വരരുതേ.
വോക്ക് ഇൻ ദ സ്പിരിറ്റ് എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഒബേ എന്നല്ല, ലിസൺ എന്നല്ല പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ആത്മാവിൽ നടക്കണം. വോക്ക് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ നടക്കണം. നിങ്ങൾ ആ വാക്ക് കണ്ടോ, വോക്ക് ഇൻ സ്പിരിറ്റ്. ഇൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? ഇൻ. ആർക്കെങ്കിലും അറിയാം ഇൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? വോക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? ഇൻ എന്ന് പറഞ്ഞാൽ അകത്ത്. അകത്ത്. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ? ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത്. അപ്പം ആത്മാവിൽ, ആത്മാവിൻ്റെ അകത്ത്. നമ്മളിപ്പം ഉദാഹരണമായിട്ട് പറയാം, നമ്മളൊരു ഉദാഹരണം പറയാം, നിങ്ങളിപ്പം നിങ്ങളുടെ ശരീരത്തിൻ്റെ നഗ്നത കാണാത്തതിൻ്റെ കാര്യം എന്തുവാ? നിങ്ങൾ ഉടുപ്പിൻ്റെ അകത്ത്, നിങ്ങളുടെ ഡ്രസ്സിൻ്റെ അകത്ത് നിങ്ങളെ തന്നെ മറച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നഗ്നത ലോകത്തിന് കാണാൻ കഴിയത്തില്ല. നിങ്ങളുടെ നഗ്നതയെ മറച്ചതുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസോടെ സമൂഹത്തിൽ, ഇപ്പം ഞാൻ പറയും, നിങ്ങളുടെ വസ്ത്രമെല്ലാം ഊരിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഏതെങ്കിലും കവലയിൽ പോയി നിൽക്കാൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഒരു ബസ്സിൽ യാത്ര? ഇല്ല, എനിക്ക് ധൈര്യമില്ല. ആ വസ്ത്രം എന്നെ അണിയിക്കുമ്പോൾ, എൻ്റെ നഗ്നത മറയുമ്പോൾ എൻ്റെ ലജ്ജ മറയപ്പെടുന്നു. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു, എനിക്കൊരു ധൈര്യം ഉണ്ടാകുന്നു. എനിക്ക് എന്താ പറയുക, ബസ്സിൽ കയറാനോ കാറിൽ പോകാനോ ബസ് സ്റ്റോപ്പിൽ പോകാനോ കവലയിൽ പോകാനോ എവിടെ പോകാനോ ധൈര്യമാണ്. പക്ഷേ ആ വസ്ത്രം ഒന്ന് ഊരിക്കളഞ്ഞ് നോക്കിക്കേ, എന്നിട്ട് കവലയിൽ പോയി നിങ്ങൾ ഒന്നും വേണ്ട, ജസ്റ്റ് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഇല്ല, നമുക്ക് കോൺഫിഡൻസ് ഇല്ല. നമ്മൾ വസ്ത്രത്തിൽ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുന്നു. ഇത് തന്നെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, വോക്ക് ഇൻ സ്പിരിറ്റ്. വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യത്തെ പടി മനസ്സിലാക്കണമേ. ദൈവം എന്നെ നോക്കി, ദൈവം പറയുന്നു നീ നശിക്കത്തില്ല, കാരണം ഞാൻ പരിശുദ്ധ ആത്മാവിൽ നടക്കുന്നത് കൊണ്ടാണ്. വിശ്വാസ ജീവിതം ആത്മാവിൽ നടക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുസ്തകത്തിൽ വാക്യം വായിച്ചു, ഞാൻ അവരുടെ ഉള്ളിൽ, പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളത്തിലാക്കി വെച്ച് എൻ്റെ ചട്ടങ്ങളിൽ ഞാൻ അവരെ നടത്തും. പരിശുദ്ധാത്മാവിൽ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിലാക്കി വെച്ച്, നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം, പരിശുദ്ധാത്മാവിൽ നമ്മൾ ആയതിനു ശേഷം, പരിശുദ്ധ ആത്മാവിൽ നടക്കുമ്പോൾ ഒരു നഗ്നനായ ഒരു മനുഷ്യനും വസ്ത്രമിട്ട മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? കോൺഫിഡൻസ്. മറ്റവൻ എന്ത് ചെയ്യും? അയാളിങ്ങനെ വസ്ത്രമില്ലാത്തൊരു മനുഷ്യൻ, നിങ്ങൾ നോക്കിയാൽ മതി, വസ്ത്രമില്ലാത്തൊരു മനുഷ്യൻ എപ്പോഴും അദ്ദേഹത്തെ വിളിച്ച് നിങ്ങൾ കവലയിലോട്ട് പറഞ്ഞു വിട്ടാൽ അദ്ദേഹം നഗ്നനായിട്ട് മറഞ്ഞിരിക്കാൻ ശ്രമിക്കും. ഇത് തന്നെയാണ് ഏദെൻ തോട്ടത്തിൽ ആദത്തിന് സംഭവിച്ചത്. അതുവരെ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് അവനെ പൊതിഞ്ഞിരുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിലോ എവിടെ നിൽക്കാനും പുള്ളിക്ക് ധൈര്യമായിരുന്നു, കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ എപ്പോഴാണോ പാപം ചെയ്തപ്പോൾ അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടത്, ബൈബിൾ പറയുന്നു, ഉച്ചയായപ്പോൾ, വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആദം എന്ത് ചെയ്തു? മരത്തിൻ്റെ മറവിൽ പോയി മറഞ്ഞിരുന്നു. കണ്ടോ, കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു, ധൈര്യമില്ല. പരിശുദ്ധാത്മാവിൽ നിൽക്കുന്നൊരു വ്യക്തിക്ക് ഭയങ്കര ധൈര്യമാണ്. അയാൾക്ക് മനസ്സിലാവും, ഞാൻ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ഞാൻ ക്രിസ്തുവിലാണ്, ആത്മാവിലാണ്. ഇനി നോക്കിക്കേ, ഈ ജഡത്തിൻ്റെ അഭിലാഷത്തെപ്പറ്റി പറയും. നിങ്ങൾ ഇനി വാക്യം നോക്കിക്കോണേ, ആത്മാവിൽ നടക്കുന്നവർ. ഇനി 17-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയേ. ആത്മാവിൽ നടക്കുന്ന ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാൻ തക്കണം. ഇവ തമ്മിൽ പ്രതികൂലമാണ്. ഇവർ തമ്മിൽ എപ്പോഴും ഫൈറ്റാ. നമ്മുടെ മനസ്സിലെപ്പോഴും പാപചിന്തകൾ, നിരാശ ചിന്തകൾ, നമ്മുടെ ദുഷ്കാമ ചിന്തകൾ, അവിശ്വാസം, ദുർനടപ്പ്, അശുദ്ധി, പിണക്കം, ജാരശങ്ക, ഇതൊക്കെ വരുമ്പോൾ ഓർത്തോണം, ദൈവത്തിൽ നിന്നല്ല. ഏതെങ്കിലുമൊക്കെ ആരാധന സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ആരോടെങ്കിലും കുശുമ്പോ അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കരുതേ. അത് ജഡാഭിലാഷം പൊങ്ങി വരിക. ഉടനെ നിങ്ങൾക്ക് എന്താ ചെയ്യുക? നിങ്ങൾ പറ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്നാ ചെയ്യും? സാധാരണ നിങ്ങൾ എന്നാ ചെയ്യുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, ക്ഷമ ചോദിച്ചിട്ടും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചിട്ടും പിന്നെയും വരുന്നവർ എത്ര പേരുണ്ട്? എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞത് പറ്റത്തില്ല, എപ്പോഴും വരും. കണ്ടോ, എന്നിട്ടും ഇത് മാറിപ്പോകുന്നില്ല. എൻ്റെ കാര്യം എന്നറിയാവോ? നിങ്ങൾ അതിനെ ശാസിക്കരുത്, പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരിലാണ് ഇരിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ പലപ്പോഴും പറഞ്ഞല്ലേ, സിറ്റിംഗ് ഇൻ ദ ചെയർ എന്ന് പറഞ്ഞല്ലേ, നമ്മൾ ആ ചെയറിൽ ആ വ്യക്തി ഇരിക്കുന്നു, ആ കസേരയിൽ ഇരിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ആ കസേരയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇപ്പോൾ കസേരയാൽ താങ്ങി നിൽക്കപ്പെടുന്നു. ഒരു വ്യക്തി കസേരയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, സിറ്റിംഗ് ഇൻ ദ ചെയർ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ കസേര താങ്ങുന്നു എന്നതിൻ്റെ അർത്ഥം.
അപ്പോൾ ആ വ്യക്തി അവിടെ കാലിങ്ങനെ മടക്കി വെച്ച് ഇരിക്കുവല്ല, പകരം ആ കസേര അദ്ദേഹത്തെ എന്ത് ചെയ്താ, സിറ്റിംഗ് ഇൻ ദ ചെയർ എന്ന് പറഞ്ഞ് കസേരയിൽ ഇരിക്കുന്നു. ഇതേപോലെ നിങ്ങൾ വോക്ക് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്മാവിലിരിക്കുന്ന വ്യക്തി. അതിൻ്റെ അർത്ഥം സ്വന്തമായിട്ട് നടക്കുവാൻ കഴിവില്ലാത്തവരാണ് നിങ്ങളെന്ന് സ്വയം തിരിച്ചറിയണമേ. പകരം പരിശുദ്ധാത്മാവാണ് എന്നെ നടത്തുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതം. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. വെറുതെ അതുകൊണ്ടാണ് ഞാൻ ഈ പല ആൾക്കാർ 40-50 ഒക്കെ ഉപവസിച്ചതിന് പറയും, ഞങ്ങൾ ഉപവസിച്ച് ബ്രദറെ ആ വിഷയത്തിൻ്റെ അകത്ത് ജയം നേടിയെന്ന് പറയുമ്പോൾ പ്രിയരെ അങ്ങനെ പറഞ്ഞ് പഠിക്കരുതേ. പുതിയ നിയമ വിശ്വാസി പഠിക്കരുത്. ഉപവസിച്ച് ഞാൻ ആ വിഷയത്തിൻ്റെ മേൽ ജയം നേടിയെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ തിരിച്ചറിഞ്ഞോണേ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിച്ചില്ല എങ്കിൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയത്തില്ല. ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ പറ്റിയത് കൃപയാണ്. ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ ഇരിക്കുന്നത് കൃപയാണ്. പക്ഷേ ഉപവസിച്ച് നേടിയതല്ല, പകരം ദൈവത്താൽ അത് സംഭവിച്ചെന്ന് പറഞ്ഞ് പഠിക്കണം. ആമേൻ. ഇവിടെ നോക്കിക്കേ, നമ്മൾ പലപ്പോഴും പല ആൾക്കാർ ഈ പാപത്തെ ജയിക്കാൻ ശ്രമിക്കും. ആദ്യം പറഞ്ഞ വാക്ക് മറക്കല്ലേ, ക്രിസ്തുവിൽ ഒരു നാളും ഞാൻ നശിക്കത്തില്ല. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ഞാൻ നശിക്കത്തില്ല. അപ്പോൾ ഈ പാപചിന്തകൾ എന്നിലേക്ക് വരുമ്പോൾ, ജഡാഭിലാഷം എന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം? നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ അപരിചിതരായിട്ടുള്ള ആളുകൾ, ചെറിയ പിള്ളേർ, അപരിചിതരായിട്ടുള്ള, ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ കൂടെ വന്ന സമയത്ത് കുഞ്ഞിനെ കാറിൽ വെച്ച സമയത്ത് പെട്ടെന്ന് പുള്ളിക്കാരി എന്തോ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോയ സമയത്ത് ഞാൻ ഈ കുഞ്ഞിനെ തിരിഞ്ഞു നിന്നുകൊണ്ട് പുറകിരിക്കുക, കാറിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ കൊട്ടുന്ന കുഞ്ഞിനെ ഇങ്ങനെ സമാധാനിപ്പിച്ചു. എത്ര സമാധാനിച്ചിട്ട് പോലും കൊച്ചിങ്ങനെ വെപ്രാളപ്പെട്ട് വട്ടത്തിൽ കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എന്തായിരിക്കും കാരണം ഒന്ന് പറയാൻ പറ്റുമോ? കൊച്ചു സമാധാനം വരുന്നില്ല. പുറത്ത് പോയതില് അത് ആശ്രയിക്കുന്ന ആള്. അതായത് ആ കൊച്ചിന് ഭയം കയറുന്നു. കാരണം അതുവരെ അതൊരു കംഫർട്ട് സോണിലായിരുന്നു. അമ്മയുടെ കൂടെ ചേർത്ത് പിടിച്ചു. അമ്മ പെട്ടെന്ന് കാറിലിട്ടേച്ച് പെട്ടെന്ന് ഇറങ്ങിപ്പോയപ്പോൾ അതിൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോയി. അപ്പം നമുക്കൊരു അല്ലെങ്കിൽ ജഡത്തിൻ്റെ ചിന്ത വരുന്ന സമയത്ത്, ഭയം വരുമ്പോൾ മാത്രം നമ്മൾ ദൈവത്തെ വിളിക്കുന്നവരാകരുത്. പലപ്പോഴും എല്ലാവരും അറിയോ, ബ്രദർ എനിക്ക് ഭയങ്കര പേടിയാ, പരിശുദ്ധാത്മാവേ എൻ്റെ കർത്താവേ, അപ്പോൾ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ജഡത്തിൻ്റെ ഓരോ ചിന്തകൾ വരുമ്പോഴും, ഓരോ ബലഹീനത വരുമ്പോഴും, പാപചിന്തകൾ പ്രവേശിക്കുമ്പോഴും ആദ്യം പറയണം, ഞാൻ നശിക്കത്തില്ല. ദൈവം എന്നോട് പറഞ്ഞു. 2, നിങ്ങൾക്കൊരു വിറയലുണ്ടാകുമ്പോൾ, ഭയമുണ്ടാകുമ്പോൾ, പാപചിന്ത വരുമ്പോഴേക്കും നിങ്ങൾ പരിശുദ്ധ ആത്മാവിലാണിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ എന്നെ ഈ ചിന്തയിൽ നിന്നും, പരിശുദ്ധാത്മാവേ എന്നെ രക്ഷിക്കണം, പരിശുദ്ധാത്മാവേ എനിക്ക് ഈ സ്വഭാവ വൈകല്യത്തിൻ്റെ അകത്തുനിന്നും പരിശുദ്ധാത്മാവ് എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പം ഞാൻ പരിശുദ്ധ ആത്മാവിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്നതാണ് വിശ്വാസ ജീവിതം. മനസ്സിലായോ? വിശ്വാസ ജീവിതം പരിശുദ്ധ ആത്മാവിലിരുന്ന് യാത്ര ചെയ്യുന്നതാണ്, ഒറ്റയ്ക്കല്ല, പരിശുദ്ധ ആത്മാവിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും സ്വന്തമായിട്ട് പറയണം, പരിശുദ്ധ ആത്മാവിലാണ് ഞാൻ ഇരിക്കുന്നത്. ദൈവം എന്നെ നടത്തും. ദൈവം എന്നെ നടത്തും. അത് എൻ്റെ പ്രാർത്ഥനയുടെ മിടുക്കുകൊണ്ടാണോ? അല്ല. എൻ്റെ വിശ്വാസത്തിൻ്റെ മിടുക്കുകൊണ്ടാണോ? അല്ല. വിശ്വാസ ജീവിതം പരിശുദ്ധ ആത്മാവിൽ യാത്ര ചെയ്യുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നെഗളം കയറി ഏറ്റവും കൂടുതൽ വിശ്വാസികളിൽ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ മണ്ഡലത്തിൽ ഞാൻ പ്രത്യേകിച്ച് കണ്ടിരിക്കും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നെഗളിച്ച് പിശാചിന് വരുന്നത് പോലെ വരാതിരിക്കുവാൻ ആദ്യ ശിഷ്യൻ അരുതു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതായത് ഞാൻ എപ്പോഴും പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് സുവിശേഷമൊക്കെ പറയാൻ ഒരു കോൺഫിഡൻസും ധൈര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കകത്ത് പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾക്കൊരു വലിയ ചിന്തയുണ്ടായി. എപ്പോഴും ഞാൻ പറഞ്ഞു, നമുക്ക് ആത്മാവിൽ നിങ്ങളിലൂടെ ഒരു ദൈവപ്രവൃത്തി സംഭവിച്ചാൽ, ഒരു കർത്താവിൻ്റെ സൗഖ്യമുണ്ടായാൽ, 5 മിനിറ്റ് വചനം പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾ വലിയവരാകുമല്ല. ബൈബിൾ പറയുന്നത്, ഞാനോ കുറയണം, നീയോ വളരെ, ക്രിസ്തു എന്നിൽ വളരുകയാണ്. അവിടെ നെഗളിച്ചു പോകരുതേ. ദൈവം എന്നെ ഉപയോഗിച്ചതാണ്, അത്രയേ ഉള്ളൂ. അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ടായി, ഞങ്ങളിൽ ആരാണ് വലിയവൻ? അപ്പോസ്തലന്മാർക്കകത്ത് വലിയ ചിന്തയുണ്ടായി. അവരുടെ ചിന്തയിൽ ഭയങ്കര സംഭവം, തൊടുമ്പോൾ അത്ഭുതം, ഓടുമ്പോൾ അത്ഭുതം, ഭയങ്കര സംഭവമാണ്. ഉടനെ കർത്താവ് എന്ത് ചെയ്തു? വസ്ത്രം മുഴുവൻ അഴിച്ചു വെച്ച് അരയിലേക്ക് ഒരു തോർത്ത് കെട്ടിയിട്ട് അവരുടെ കാല് കഴുകി.
ഇന്ന് പല സഭകളിലും ഇത് കാണിക്കാറുണ്ട്, ഇങ്ങനെ കാലെടുത്ത് കഴുകാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാല് കഴുകൽ ശുശ്രൂഷ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, അവരുടെ മുമ്പിൽ നിങ്ങളെക്കാളും, അതായത് നിങ്ങളിൽ ആരാ വലിയൊരു ചിന്തയുണ്ടായപ്പം കർത്താവ് നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ നിങ്ങൾക്കറിയാം, ഒരു വസ്ത്രം അഴിച്ചു മാറ്റി അരയിലൊരു തോർത്ത് കെട്ടിയാൽ അതിൻ്റെ അർത്ഥം അടിമയായി കാണുക, ഒരു സ്ലേവിനെ പോലെ എന്ത് ചെയ്യുക, പെരുമാറുക. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, കർത്താവേ നീ എൻ്റെ കാല് കഴുകരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ഓർത്തത് ഭയങ്കര കാലുകഴുകൽ ശുശ്രൂഷയായിട്ട് കാണിക്കുവാന്ന്. അതിൻ്റെ അർത്ഥം അതല്ല. പകരം അവരുടെ അകത്തൊരു നിഗളമുണ്ടായി, ഞങ്ങളിൽ ആരാണ് വലിയവൻ. അപ്പോൾ യേശു എന്ത് ചെയ്തു? അന്നത്തെ കാലത്ത് ഒരു ദാസനെ പോലെ അവരുടെ കാലുകളെ കഴുകി. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞു, അരുതേ കർത്താവേ നീ എൻ്റെ കാല് കഴുകരുതേ എന്ന് പറയുന്നതിൻ്റെ കാരണം മനസ്സിലായോ? ആമേൻ. അപ്പം അവിടെ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ വലിയവരാകുമല്ല, പകരം പരിശുദ്ധാത്മാവെന്നെ നടത്തും. അപ്പം നിങ്ങളിലൂടെ വലിയ ദൈവപ്രവൃത്തി വന്നു കഴിഞ്ഞാൽ, ഞാൻ ഒറ്റ വാക്കി പറയാം, നിങ്ങൾ ഏറ്റവും വലിയ ബലഹീനരായതുകൊണ്ടാണ്. ഏറ്റവും വലിയ ബലഹീനർക്കാണ് ഏറ്റവും വലിയ സഹായം കിട്ടുന്നത്. ഏറ്റവും വലിയ ശുശ്രൂഷൻ ആരാന്നറിയാവോ? ലോകത്തിൽ ഏറ്റവും വലിയ ബലഹീനനാണ്. പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവ് എനിക്ക് ഭയങ്കര ബലഹീനതയാണ്. യേശു പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. കണ്ടോ? നിങ്ങളെ നന്നായിട്ട് ദൈവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾക്ക് ബലഹീനത അധികമുള്ള ഒരാളാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ഒരാൾ. അതുകൊണ്ട് പരിശുദ്ധാത്മ ഉണ്ടെന്നറിയാവോ, നിങ്ങളുടെ മേലേക്ക് ഒരു ഓവർഫ്ലോ അങ്ങ് അയച്ചു. ഒയ്യോ, മനസ്സിലായോ? പരിശുദ്ധാത്മാവിൻ്റെ ഓവർഫ്ലോ വന്നപ്പം, ഇപ്പം ഞാൻ പറയാം, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവസാനിക്കാൻ മനസ്സിലാകുന്നത് പോലെ ഞാൻ ഇപ്പം ഞാൻ പറയാം, നമ്മളൊരു കുഞ്ഞിനെ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു കുഞ്ഞു കൊച്ചല്ല, എന്നാൽ കുറച്ചും കൂടെ വലിയൊരു കൊച്ചു, അപ്പോൾ നിലത്തിരിക്കുക. അപ്പോൾ നിലത്തിരിക്കുന്ന കൊച്ചിന് സ്വന്തമായിട്ട് എണീക്കാൻ പറ്റത്തില്ല. അപ്പോൾ എണീക്കാൻ പറ്റാത്ത കൊച്ചിങ്ങനെ നിലവിളിക്കുക, കിടന്ന് ഭയങ്കര കാർച്ച് കാറുക. അപ്പം നിങ്ങൾ ഓടി വന്നുകൊണ്ട് ഒരു വിരൽ കൊണ്ട് എടുക്കുവോ അതോ രണ്ട് കൈ കൊണ്ട് എടുക്കുമോ എന്ന് പറ. നിങ്ങളെങ്ങനെ കൊച്ചിനെ എടുക്കുന്നത്? അതായത് നിങ്ങൾക്ക് ഒരു വിരൽ കൊണ്ട് ആ സമയത്ത് ഒരു വിരൽ പോരാ, പകരം നിങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് നിങ്ങൾ യൂസ് ചെയ്യും. അല്ലേ? ഞാൻ കുഞ്ഞു കൊച്ചിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഇച്ചിരി വലിയൊരു കൊച്ച് നിലത്ത് കിടക്കുക, 5 വയസ്സോ 6 വയസ്സോടെ ഇരിക്കട്ടെ. അപ്പം നിലത്ത് കിടക്കുന്ന ഒരു കൊച്ചിനെ നമ്മൾ ഉയർത്തണമെങ്കിൽ നമ്മുടെ ഫുൾ സ്ട്രെങ്ത് എന്ത് ചെയ്യണം? ഒരു വിരൽ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ല, ഫുൾ സ്ട്രെങ്ത് ഉപയോഗിക്കണം. അപ്പം പരിശുദ്ധാത്മാവ് നിങ്ങളെ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ മുഴുവൻ സ്ട്രെങ്തും നിങ്ങളുടെ ബലഹീനതയുടെ മേൽ വ്യാപരിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബലഹീനതകളെ മുഴുവനും പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. കണ്ടോ? അതുകൊണ്ട് പൗലോസ്, ഞാൻ അധികം എല്ലാവരേക്കാൾ ഓടി. ആമേൻ. അപ്പം നമ്മുടെ അകത്തുണ്ടാകുന്ന ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ എപ്പോഴും ആത്മാവിന് പ്രതികൂലമാണ്. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ, ഇപ്പം നിങ്ങൾ പാപം ചെയ്യരുത് കേട്ടോ, അങ്ങനെ ആ സ്വഭാവം എങ്ങനെയെങ്കിലും മാറ്റണം കേട്ടോ, അതിനുവേണ്ടി ഉപവസിച്ച് ഇത് കൂടുന്നല്ലാതെ കുറയുന്നില്ല. ഒറ്റ ഈസിയാണ്, കർത്താവേ ഇത് ജഡത്തിൻ്റെ ചിന്തയാണ്, പരിശുദ്ധാത്മാവേ എനിക്കിത് സ്വയമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞ്, എനിക്ക് സ്വന്തമായിട്ട് ഈ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ലെന്ന് പറ. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. കണ്ടോ? ഏതോ ഒരു സമയത്ത് ഒരു ഓവർഫ്ലോ വന്നതുകൊണ്ടാണ് പ്രസാദ് ബദറിന് 27 വർഷമായിട്ടുണ്ടായിരുന്ന ആ സ്വഭാവം നീങ്ങിയത്. ഏതോ ഒരു സമയത്ത്, നമുക്കറിയത്തില്ല, അദ്ദേഹത്തിലേക്ക് ആ പ്രവേശിച്ചു പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ദിവസം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മാനസാന്തരം എനിക്കുണ്ടായത്. ലോകത്തിൻ്റെ, മോഹത്തിൻ്റെ, പാപത്തിൻ്റെ, മദ്യപാനത്തിൻ്റെ ഒക്കെ രീതി നടന്ന് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് അതിൽ നിന്ന് മാറി. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഫുൾ ആക്സസ് എൻ്റെ മേൽ വന്നതുകൊണ്ടാണ്. കാരണം ഞാൻ ശക്തനായതുകൊണ്ടല്ല, ഞാൻ ബലഹീനനായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നിങ്ങളുടെ അകത്തേക്കൊരു ബലഹീന സ്വഭാവം, ജഡ സ്വഭാവം, അതിനെ ശാസിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാറിപ്പോകാൻ പറയരുത്. കാര്യം നിങ്ങളൊന്നും ചെയ്യണ്ട, പകരം നിങ്ങൾ ഇരിക്കുന്ന ആരാ, നിങ്ങൾ ആരിലാണ് ഇരിക്കുന്നത്? ഞാൻ ഹോളി സ്പിരിറ്റിൽ, വോക്ക് ഇൻ സ്പിരിറ്റ്, ഞാൻ ആത്മാവിൽ നടക്കും. കണ്ടോ? പരിശുദ്ധാത്മാവിലാണ് ഞാൻ നടക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നെ താങ്ങി നടത്തുവാണ്. പരിശുദ്ധാത്മാവേ എനിക്കിങ്ങനൊരു സ്വഭാവമുണ്ട്. പരിശുദ്ധാത്മാവേ, ഒന്ന് എപ്പോഴും ഓർത്തോളം, ഞാൻ നശിക്കത്തില്ല.
2, എനിക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് മുകളിൽ തെറ്റ് ചെയ്യണ ലൈസൻസ് അല്ല, പകരം എന്നെ ശിക്ഷാവിധിയിലേക്ക് പാപം ചെയ്യാതെ നടത്തുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് പാപ സ്വഭാവത്തിൽ ജയിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്നു മുതൽ പറയണമേ, പരിശുദ്ധാത്മാവേ, ആ സ്വഭാവത്തിൽ നിന്നും എനിക്ക് പുറത്തു വരണം. ബ്രദറെ, ഞാൻ ഒരു തവണ പറഞ്ഞു, മാറുന്നില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എത്രത്തോളം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കും. ആ സമയത്ത് നിങ്ങൾ ബലം പിടിക്കാൻ പോകരുതേ, സ്വന്തമായിട്ട് മാറ്റാൻ നോക്കരുതേ. നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിലേക്ക് നിങ്ങളൊന്ന് ചാഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം, അപ്പോൾ ഈ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം. ആ സ്വഭാവം നിങ്ങളിൽ മൂർച്ഛിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയണം. ഒരു ദിവസം ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, പരിശുദ്ധാത്മാവ് തൻ്റെ ഫലം കൊണ്ട് ആ സ്വഭാവത്തെ നീക്കും. ദൈവത്തിന് കഴിയും. നമ്മളായിട്ടൊന്നും പിടിച്ചു വെക്കാൻ നോക്കണ്ട, നമ്മളായിട്ടൊന്നും നിർത്താൻ നോക്കണ്ട. പക്ഷെ പ്രോത്സാഹിപ്പിക്കരുത്. അന്നാ ബ്രദർ പറഞ്ഞു എന്തെങ്കിലും ദൈവം നിർത്തിക്കോളും എന്നും തുടർന്നേക്കാന്നുള്ളതല്ല. ഇത് നിങ്ങളുടെ ജഡാഭിലാഷമാണ്. ഇത് പരിശുദ്ധാത്മാവിന് വിരോധമാണ്. ഇത് പരിശുദ്ധാത്മാവിന് മാത്രമേ നീക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പരിശുദ്ധ ആത്മാവിൽ നടക്കുന്നയാളാണ്. ആത്മാവിൽ ഞാൻ നടക്കുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കും. ഈ സമയത്ത് വേദനയാലും രോഗത്താലും ഒക്കെ ഭാരപ്പെടുന്നവരൊക്കെ യേശുവിനെ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ബലഹീനത, ഏതെങ്കിലുമൊക്കെ ഒരു പാപ സ്വഭാവം, ഏതെങ്കിലുമൊക്കെ നിങ്ങളിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത അസൂയ, പിണക്കം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, നമ്മൾ കേട്ടല്ലോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം എന്നിങ്ങനെ ഏതെങ്കിലും പാപ സ്വഭാവങ്ങളുണ്ടോ? ഒന്ന് പറഞ്ഞേ, പരിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, എനിക്കിതിനെ ജയിക്കണം, എന്നെ സഹായിക്കണം. ഒരു മടിയും വേണ്ട. നിങ്ങളെ ദിവസവും നടത്തുന്നയാളാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളെ നടത്തുന്നത് ആഹാരമല്ല, മരുന്നല്ല, ബലമല്ല, ധൈര്യമല്ല. പരിശുദ്ധയാത്മാവ് നടത്തുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഗ്യാരണ്ടി നശിക്കത്തില്ല. നമ്മൾ പറയത്തില്ലേ, കൂടില്ലെന്നാലും കൂട്ടില്ലെന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടത്തില്ല. കാര്യം എന്തുവാ? കൂടെ സഹിപ്പാൻ ആരുമില്ലെങ്കിലും യേശു എൻ്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് എന്നെ നടത്തുന്നു. ഇതൊന്നും നിങ്ങൾ വിശ്വസിച്ച്, പരിശുദ്ധാത്മാവ് എന്നെ കുഴിക്കകത്ത് കൊണ്ട് ചാടിക്കത്തില്ല, പരിശുദ്ധാത്മാവ് എന്നെ വലിയ ട്രാപ്പിൽ കൊണ്ട് ഇടത്തില്ല. ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു ആത്മാവിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടന്നി 40 ദിവസം ഉപവസിച്ചു. ലൂക്കോസിൽ പറഞ്ഞ് മൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പരീക്ഷകൻ വന്നു, പക്ഷെ ജയിച്ചില്ല. യേശു അതിനെയൊക്കെയും ജയിച്ചു. കാരണം ആത്മാവ് നടത്തുമ്പോൾ പേടിക്കേണ്ട. ആത്മാവ് നിങ്ങളെ കുടുക്കിൻ്റെ അകത്തോ കുരിക്കിൻ്റെ അകത്തോ തകർച്ചയിലോ കൊണ്ടുപോകത്തില്ല. ഒരു നാളും നശിക്കാത്തൊരു ജീവിതത്തിലേക്ക് എന്നെ കൈ പിടിച്ച് നിർത്തിയിരിക്കുന്നു. ഇതാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും നശിക്കത്തില്ല. കാരണം നിങ്ങൾ പരിശുദ്ധ ആത്മാവിലിരുന്നു കൊണ്ട് യാത്ര ചെയ്യുക. പിന്നെ എന്നാ പേടിക്കാനാ? ചില ദൈവദാസന്മാരൊക്കെ ഉദാഹരണം പറയത്തില്ല, ഫ്ലൈറ്റിൽ പോകുമ്പോൾ താഴെ നായ്ക്കൾ കുരയ്ക്കുമ്പോൾ ആരെങ്കിലും ഫ്ലൈറ്റിൽ ഇരുന്ന് പേടിക്കുമോ? ഇല്ല. മിക്ക ദൈവദാസന്മാരും പറയാം ഉദാഹരണം. അല്ല, എനിക്ക് വളരെ ഇഷ്ടമാണ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതുകൊണ്ട് താഴെ വലിയൊരു ജർമ്മൻ ഷിപ്പ് കിടന്ന് കുരയ്ക്കുക, പേ പിടിച്ചൊരു നായ ഇരിക്കുമെന്ന് വിചാരിച്ചു നമ്മൾ ആരെങ്കിലും ഫ്ലൈറ്റിൽ ഇരുന്ന് പേടിക്കുമോ? ഇല്ല. കാരണം എന്തുവാ? നമുക്കറിയാം ഞാൻ ഫ്ലൈറ്റിൻ്റെ അകത്ത് സേഫാണ്. ഇതേപോലെ പരിശുദ്ധ ആത്മാവ് ഉണ്ട് കേട്ടോ, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഒന്ന് പറഞ്ഞ് പരിശുദ്ധ. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ, മനപ്രയാസത്തിൻ്റെ അകത്തിരിക്കുന്നവർ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവർ, ഭയത്തിൻ്റെ അകത്തിരിക്കുന്നവർ, ഭാരപ്പെട്ടിരിക്കുന്നവർ, വേദനയ്ക്കകത്തിരിക്കുന്നവർ, മുറിവേറ്റവർ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഓ യേശുവേ, പരിശുദ്ധയാത്മാവേ, എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു തങ്കച്ചെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. തങ്കച്ചൻ്റെ ഭവനത്തിൻ്റെ അകത്ത് കുഞ്ഞുമോൾ എന്ന് പറയുന്നൊരു വ്യക്തിയെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുക. തങ്കച്ചൻ്റെ ഭവനത്തിൻ്റെ അകത്ത് കുഞ്ഞുമോളെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയുമായിട്ട്, കുടുംബത്തിൻ്റെ അകത്തുള്ളതാണ്, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ കാണുന്നത് ഈ 32 വയസ്സ് അടുത്ത് പ്രായമുള്ള ഒരു തലമുറയും കൂടെ ഞാൻ ആ കുടുംബത്തിൽ കാണുവാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ചേച്ചി കുഞ്ഞുമോള്, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് തങ്കച്ചനാണ്. ബ്രദറെ, ഞാന് കുഞ്ഞുമോള്, എന്റെ ഭർത്താവ് തങ്കച്ചനാണ്. ബ്രദറെ, ഈ 32 വയസ്സുള്ളത് ആരെ തലമുറ എവിടെയുള്ള? മോന് 32 വയസ്സിനകത്തായി ബ്രദറെ. 30 വയസ്സ് കഴിഞ്ഞു മോന്. 32 വയസ്സുള്ള തലമുറ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. 32 വയസ്സുള്ള ഒരു തലമുറയെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകളാണ് കുഞ്ഞുമോള്, മകനാണ് തങ്കച്ചൻ. കുഞ്ഞുമോളുടെ മകളാണ് 32 വയസ്സുള്ള ആൻ.
ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകാട്ടോ. കുടുംബത്തിന് നിങ്ങൾക്ക് ഈ ആലോചന വരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു അവസരം ലഭിക്കുവാണ്. കർത്താവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ വിടിവിക്കുവാൻ, കുടുംബത്തിൻ്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ യേശു നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം കണക്ട് ചെയ്യുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഇന്ന് അവരെ ബ്ലസ് ചെയ്ത് ഈ സമയത്ത് ശരീരത്തിൻ്റെ അകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ടോ? ശരീരത്തിൻ്റെ അകത്ത് ഏതെങ്കിലും രോഗത്താലോ വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ടോ? ഉണ്ട്. ഒന്ന് കൈയെടുത്ത് വെച്ച് ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയമല്ലേ, നിങ്ങൾ ഈ എന്ത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, ഇന്ന് അത് അത്ഭുതം. ഇന്ന് കേട്ടെ, പരിശുദ്ധ ആത്മാവ് നമുക്ക് വേണ്ടി ഇന്ന് ഇപ്പൊ സിസ്റ്ററെ അത്ഭുതമാണ്. ഇന്ന് കേട്ടെ, ഇതിന് ശേഷം ഞാൻ ചോദിക്കുവേ, ഇന്ന് നിങ്ങളുടെ മേൽ സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. അത്ഭുതം നിങ്ങളുടെ അവകാശമാണ്. വേദനകളിൽ നിന്ന് നിങ്ങളെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കും. ഇപ്പോൾ തന്നെ കൈവച്ചു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ, എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എൻ്റെ രോഗം സൗഖ്യമായിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാട് കൈയെടുത്ത് വെച്ച വേദന അനുഭവിക്കുന്നവർ, ആ രോഗം അനുഭവിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ, യേശുവിൻ്റെ തിരുമുറിവിനാൽ പറഞ്ഞ പരിശുദ്ധാത്മാവേ, അങ്ങൻ്റെ രോഗങ്ങളെ ഇപ്പോൾ യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യമായി എന്നിലേക്ക് പകരുന്നല്ലോ, സൗഖ്യമായി എന്നിലേക്ക് പകരുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, കൃപ കൃപ കൃപ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് സ്പർശിക്കുന്നല്ലോ. അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ. ഈ നിമിഷം തന്നെ രോഗശക്തികളെ ഞങ്ങൾ പുറത്താക്കുന്നു, രോഗത്തിൻ്റെ ദുരാത്മാക്കളെ ഇപ്പോൾ തന്നെ പുറത്താക്കുന്നു, വേദനയുടെ ശക്തികളെ ഞങ്ങൾ പുറത്താക്കുന്നു. യേശുവിൻ്റെ മുറിവ്, യേശുവിൻ്റെ തിരുമുറിവ് ഇപ്പോൾ അത്ഭുത രോഗസൗഖ്യമായി ആ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നപ്പാ. ഇൻ ദ name of Jesus Christ. Thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit. അങ്ങ് തൊടുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഫ്രീ ആകുന്നു, സൗഖ്യങ്ങൾ വ്യാപരിക്കുന്നു, അത്ഭുതങ്ങൾ വ്യാപരിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു. ആ വേദന ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്നത് പോലെ, ആ രോഗം പറിച്ചു മാറ്റുന്നത് പോലെ ബ്ലഡിലെ കൗണ്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ പിടിച്ചു കെട്ടുന്നപ്പോൾ നോർമൽ കണ്ടീഷനിലേക്ക് വരുന്നു. ജീവിതകാലം മുഴുവൻ നോർമൽ കണ്ടീഷനിലേക്ക് അത് സംഭവിക്കുന്നു. ആ പെടലികളുടെ വേദനകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു, അസ്ഥികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ആ ബാക്ക് പെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു നടക്കുമ്പോൾ ഇങ്ങനെ ചട്ടുപോലെ വരുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ മുറിവിനാൽ ഇപ്പോൾ അത്ഭുതമായി തീരുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് ചെക്ക് ചെയ്ത് യേശു തൊട്ടിരിക്കുന്നു. ഇന്ന് ഒന്ന് ചെക്ക് ചെയ്തേ. ആ വേദനയിൽ പ്രാർത്ഥിച്ചവർ, രോഗത്തിൽ പ്രാർത്ഥിച്ചവർ, ദൈവത്തിൻ്റെ സ്പർശനം ലഭിച്ചവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്തേ. കർത്താവിൻ്റെ മുറിവ് നിങ്ങളുടെ മേൽ സൗഖ്യമായി മാറിയിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒന്ന് ചെക്ക് ചെയ്ത്, എന്നിട്ട് ശരീരത്തിൽ എനിക്കൊരു പൂർണ്ണ വിടുതൽ അവിടെ സംഭവിച്ചു, എനിക്കൊരു അത്ഭുതം അവിടെ സംഭവിച്ചു എന്ന് പറയുന്നവർ മാത്രം നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. അതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം വെച്ചോട്ടെ. ഞാനൊരു ഈ കവിത എന്ന് പറയുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ വാഹനം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയുടെ അടുക്കൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഏകദേശം ഈ ഒരു 54 വയസ്സുള്ളൊരു വ്യക്തിയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ അത് പാസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തി, അതുമായിട്ട് അങ്ങനെ ഒരു പേര് കണ്ട ആരെങ്കിലും ഇതിനകത്തുണ്ടോ? കവിത എന്ന് പറയുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനം അതിങ്ങനെ പാസ് ചെയ്ത്, നിങ്ങൾക്ക് മിക്ക ദിവസങ്ങളിലും നിങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവരിപ്പം നിങ്ങൾ എല്ലാവരും ഹോസ്റ്റ് ചെയ്യല്ലേ, സൗണ്ട് ഇത് ചെയ്യുന്നവരെ മാത്രം നിങ്ങൾ ഹോസ്റ്റ് ചെയ്താൽ മതി. ആ ഒരു വാഹനം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നൊരു വ്യക്തിയെ ഞാൻ കാണുക. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾക്കൊരു അടയാളമാണ്. ആ വ്യക്തി ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുവാണ്. നിങ്ങൾ കാണുന്നൊരു കാഴ്ചയെ കർത്താവ് എന്നെ കാണിക്കുവാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്,
താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് ഈ സമയത്ത് ആ വ്യക്തി എവിടെയാണോ, സൂമിലെ ലൈവിലായിക്കോട്ടെ, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി, ആ ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, ആ കാണുന്ന ഒരു അടയാളം, ബാക്കിയെല്ലാം ഈ പറയാൻ വേണ്ടിയുള്ളവരാണ് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്. ഈ മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുന്നവർ ആ ഒരു കാര്യം പറഞ്ഞോട്ടെ പാസ്റ്റർ. ആ. ഇപ്പൊ എന്റെ അമ്മേന്റെ അനിയത്തിന്റെ മോന് വണ്ടി ഓടിച്ചോണ്ട് പോയപ്പോ തല ഇങ്ങനെ സ്റ്റീറിങ്ങിന് മുട്ടി തല ഇങ്ങനെ മുറിഞ്ഞ് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ട്യൂമർ ആണെന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഹോസ്പിറ്റലായിരിക്കും തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ ജീവൻ വ്യാപരിക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ഒരുമിച്ച് എല്ലാവരും ബ്ലെസ് ചെയ്ത് കർത്താവ് നമ്മൾ ഒത്തിരി സാക്ഷ്യം കേട്ടതായിട്ട് മുഴകൾ അപ്രതീക്ഷമായത്, രോഗക്കിടക്കയിൽ നിന്നും മരണത്തിൻ്റെ വക്കിൽ നിന്നും യേശു അനേകരെ വിടിവിച്ചത്, ഇപ്പോൾ തന്നെ കർത്താവ് അവിടെ നിന്ന് ഒരു സന്തോഷ വാർത്ത ഞങ്ങൾ കേൾക്കും. ദുഃഖ വാർത്തയെ വെട്ടിവിടുന്നപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്നൊരു സന്തോഷ വാർത്ത കേൾക്കും. ജീവൻ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതിൻ്റെ അകത്ത് സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥന വിഷയമല്ലേ? കർത്താവ് എന്നെ പറഞ്ഞു അരുണാണേ. പറഞ്ഞു. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നേ. തലേ കൈ വെച്ചപ്പം പൂർണ്ണമായി മാറിയത്. നന്ദി കർത്താവേ, അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. ആമേൻ. നന്ദി കർത്താവേ. എനിക്കൊരു സാക്ഷിയുണ്ട്. ഇന്നലെ എനിക്ക് പ്രയറിന് ഇരിക്കുമ്പോ എളിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇന്നലെ ഇരുന്നത്. അപ്പൊ ഇന്നലെ തന്നെ എനിക്ക് കുറച്ച് സൗഖ്യം ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് പ്രയറിന് ഇരിക്കുമ്പോ എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം വന്നാൽ ഞാൻ ഇന്ന് സാക്ഷ്യം പറയുന്നു. ഇന്ന് അത് പറിച്ചു കളഞ്ഞ പോലെ ആ വേദന ഇവിടെ നിന്ന് പോയി. ഓ യേശുവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷി അനുഭവിക്കുന്നവരുണ്ടോ? കർത്താവിന്റെ സൗഖ്യം നിങ്ങൾ പറഞ്ഞു. ബ്രദറെ, ഇന്നലെ ഒരു മെസ്സേജ് പറഞ്ഞിരുന്നു. ഒരു തെങ്ങും തൊപ്പ് കാണുന്നു, അതിന്റെ ചുറ്റും ഒരു മുള്ളുവേലി കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഭവനം. ആ ഭവനത്തിൽ നോക്കിക്കൊണ്ട് വേദനിക്കുന്ന ഒരു കുടുംബത്തെ കാണുന്നു പറഞ്ഞിരുന്നു. അത് വ്യക്തമായിട്ട് മനസ്സിലാകത്തക്ക വിധത്തിൽ ഇന്നലെ കഴിഞ്ഞില്ല. കാരണം റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വൈഫാണ് അത് വ്യക്തമായിട്ട് കേട്ടത്. അപ്പോ അത് ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഭവനമാണെന്ന് ഞാൻ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഓ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിൻ്റെ അകത്ത് ഇടപെട്ടത്. നഷ്ടപ്പെട്ടു പോയി എപ്പോഴും ഒരു ദുഃഖമായിട്ട് മനസ്സിൽ കിടക്കുവാണ്. ആ വ്യക്തിയുടെ മേൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കയറിക്കൂടിയ സാമ്പത്തിക കുരുക്ക്, ഇന്നലെ എനിക്ക് വന്ന യൂട്യൂബിൽ, അതുകൊണ്ട് യൂട്യൂബിലും ക്ലിയർ അല്ലേ? അത് യൂട്യൂബിൽ കട്ടായിരുന്നു. ക്ലിയർ. ഓക്കെ. ആ വിഷയം ബ്രദർ ഏറ്റെടുത്തു. ദൈവം അത് അറിയുന്നു കേട്ടോ. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട്. വീട് അവിടെ കാണിച്ചിരുന്നോ? ഞാൻ ഈ തെങ്ങിൻ തോപ്പ് ഇങ്ങനെ മുള്ളുവേലി കെട്ടി അതിൻ്റെ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ സങ്കടത്തോടെ നോക്കുവാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും വളരെ ദുഃഖത്തോടെ കാണുന്നത്. അപ്പം ഞാൻ കേൾക്കുന്നുണ്ടോ? ആ വ്യക്തിയാണ് നിങ്ങളുടെ കുടുംബമെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റെടുത്തോണം. കർത്താവ് കുരുക്കിൻ്റെ അകത്തുനിന്നും കർത്താവ് നഷ്ടപ്പെട്ട നന്മയിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടു. എങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്ക് ചിന്തിച്ചാൽ പോലും ഉത്തരം കിട്ടത്തില്ല. പക്ഷെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് എത്തുവാൻ ദൈവത്തിന് ഒരു കാര്യം അസാധ്യം. അത് മാത്രമേ ചിന്തിക്കാവുള്ളൂ കേട്ടോ. കാര്യം ഈ ബ്രദറെ, ഈ വിഷയം നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ കാര്യങ്ങൾ വല്ലതും ഞാൻ കാണാൻ വല്ല സാധ്യതയുണ്ടോ? ഞങ്ങൾ അറിയാൻ വല്ല സാധ്യതയുണ്ടോ? ഇല്ല. അപ്പം വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. കർത്താവ് അത് മടക്കി തരും കേട്ടോ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം അനുഭവിക്കുന്നവർ? ശരീരത്തിന്റെ മേൽ അത്ഭുതം. ഞാൻ പറഞ്ഞ സിസ്റ്റർ പറഞ്ഞു. ഹലോ ബ്രദർ, ഇന്നലെ ബ്രദർ പറഞ്ഞിരുന്നു തലയുടെ ഇടത് ഭാഗവും പടലി മുഖവുമായിട്ട് വരുന്നിടത്ത് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തികൾക്ക് വിടുതൽ വരുന്നു എന്ന് പറഞ്ഞു. അത് ഇന്നലെ അതെനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. അത് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും മാറി പൂർണ്ണമായിട്ട്. എത്ര നാളായിട്ട് ബുദ്ധിമുട്ടായിരുന്നു? അത് പെട്ടെന്നുണ്ടായത്. അത് എനിക്ക് പിന്നെ അത് എന്നിട്ട് ഈ വലത്ത് സൈഡിലേക്ക് ഇന്നാണ് എനിക്ക് ഇരിക്കാൻ മേലാത്ത ബുദ്ധിമുട്ടായി. ഈ തലയ്ക്കകത്തുള്ള ബുദ്ധിമുട്ട് എത്ര നാളായിട്ടുണ്ടായിരുന്ന? അതെ അതെ, അത് തലയ്ക്കകത്തുള്ള ബുദ്ധിമുട്ട് വളരെ നാളുകളായതാ. എന്നാലും വർഷങ്ങളായിട്ടുള്ളതാ. നിങ്ങൾ കേട്ട വർഷങ്ങളായിട്ട് തലയ്ക്കകത്തുള്ള ബുദ്ധിമുട്ട് അതിങ്ങനെ പെടലിലോട്ട് ഇറങ്ങുന്ന പോലെ അനുഭവമായിരുന്നു. ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ എന്നാ സിസ്റ്റർ ഇപ്പം സംഭവിച്ചത്?
എനിക്ക് ഇന്നലെ പ്രാർത്ഥിച്ചപ്പോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ വേദന കുറഞ്ഞു. ആ വേദന കുറഞ്ഞ മുഖത്തോട്ടും ചെള്ളക്കോട്ടും ഒക്കെ ഉള്ള ആ വേദന വളരെ കുറഞ്ഞു. ഇപ്പൊ രാവിലെ ആയപ്പോ അതെനിക്കില്ല. പൂർണ്ണമായിട്ട് പക്ഷെ മാറി. ഇപ്പം പക്ഷെ ബ്രദർ എനിക്ക് അത് കഴിഞ്ഞപ്പോ ഉച്ച കഴിഞ്ഞപ്പോ മുതൽ വലത് സൈഡ് ബുദ്ധിമുട്ട് പെടലിയും ഒക്കെ ആയിട്ട് ഭയങ്കര വേദന വലത് സൈഡ്. എനിക്കിപ്പോ സിസ്റ്റർ അത് ഇരിക്കാൻ കൈവച്ചു, മേലാത്ത ബുദ്ധിമുട്ടായിരുന്നു. കൈവച്ചു. കർത്താവിന് ഒരു വശം സൗഖ്യമാക്കാൻ മാത്രം പറ്റും ദൈവമല്ല. നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഈ സാക്ഷ്യം പറയാനുള്ളവർ മാത്രം ശ്രദ്ധിച്ച് നോക്കിയാൽ. നിങ്ങൾ ഇങ്ങനെ മ്യൂട്ട് മാറ്റി വെച്ചേക്കുന്നതുകൊണ്ട് ടി വിയുടെ സൗണ്ട്, ആ സൗണ്ട്, ഈ സൗണ്ട്, ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക ഹെഡ്സെറ്റ് വഴി. എന്തു പാടാന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം നേരി കാണുമ്പോൾ ഞാൻ ഇതുപോലെ എല്ലാവരും പിടിച്ചിരുത്തും. ഞാൻ എല്ലാവരുടെയും ചെവിയിൽ ഒരു ഹെഡ്സെറ്റും വെച്ച് ഇതുപോലെ സൂം ഓണാക്കി വെക്കും. അപ്പോൾ നിങ്ങൾ ടി വി കേൾക്കുന്ന സൗണ്ട്, വീടിൻ്റെ അകത്ത് വർത്തമാനം പറയുന്നത്, പാത്രം വീഴുന്നത്, അത് സംസാരിക്കുന്നത് എല്ലാം ഞാൻ ഈ ഹെഡ്സെറ്റിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. എന്തൊരു പാടാന്നറിയോ, ഇത്രയും പേര് സംസാരിക്കുമ്പോൾ നിങ്ങൾ നാലിച്ച് നോക്കി കലവിലെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒന്ന് സൂക്ഷിക്കും നിങ്ങൾ. ബ്രദറിനെ പിന്നെയും നമുക്ക് ശുശ്രൂഷിക്കണ്ടേ, പിന്നെയും നമുക്ക് ഒരുമിച്ച് കൂടണ്ടേ. നന്ദി കർത്താവേ, ഇത്രയും സമയം ഇത് വെച്ചുകൊണ്ട് ഇങ്ങനെ ചെവിക്കാതിരിക്കുന്നത്. കാര്യം എനിക്കത് ഓളിത്തി കേൾക്കാൻ വേണ്ടി ഞാനിത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ സാക്ഷ്യങ്ങളും മറ്റു ആലോചന പറയുന്നവരെയും അത് നിങ്ങൾ ഓർത്തൊരു ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണേ, പ്രാർത്ഥനയോടെ നിങ്ങളിത് നിൽക്കണേ. മറ്റനാവശ്യമായിട്ടും ഈ സമയത്ത് നിങ്ങൾ 15 മിനിറ്റല്ലേ നമ്മുടെ സാക്ഷ്യത്തിന് മയക്കി മ്യൂട്ട് മാറ്റുന്നുള്ളൂ. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫ്രീ ആകുക. ആ മുറിക്കകത്തോട്ടൊന്ന് കയറുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആകാം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താട്ടെ. ഗോഡ് ബ്ലെസ് യു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ മാത്രം, ഞാൻ അത്ഭുത സൗഖ്യം അവകാശമാണ് നിങ്ങളുടെ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്കൊരു മാറ്റം അവിടെ ഉണ്ടെന്ന് പറയുന്നവർ മാത്രം ഒന്ന് മയക്കി മ്യൂട്ട്. പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ ഈ അമ്മയെ ഞാനൊരു അമ്മയെ കിടക്കുന്ന അമ്മയെ നോക്കുന്ന പേഷ്യന്റിനെ ഞാൻ അമ്മയെ എടുത്തു പൊക്കുമ്പോ എന്റെ കാലിന്റെ പത്തിക്ക് വേദനയായിരുന്നു. ഇങ്ങനെ കട്ടിലെ കിടത്തുന്ന സമയത്തെ മിനിഞ്ഞാന്ന് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് വിടുതൽ പൂർണ്ണമായി, അത് വേദനയെല്ലാമായി പൂർണ്ണ വിടുതൽ കിട്ടി. ഇന്നലെ ഞാൻ സാക്ഷ്യം പറയാനിരുന്നിട്ട് ഇന്നലെ നേരത്തെ സാക്ഷ്യമെല്ലാം നിർത്തിയായിരുന്നു, പ്രാർത്ഥന നിർത്തിയോണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. എനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടി. ഒരു 5-6 മാസമായിരുന്നു ഈ കാലിന്റെ പത്തിക്ക് നീര് പോലെ ഉണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. ഇപ്പൊ അത് പൂർണ്ണമായി മാറ്റി. ഓ യേശു, ഇത് വലിയൊരു അത്ഭുതമാണ്. 5-6 മാസമായിട്ട് കാൽപ്പത്തിക്ക് വേദനയും നീരുമായിരുന്നു. ഇന്നലത്തെ രോഗസൗഖ്യ പ്രാർത്ഥന ലിസ്റ്റർ പൂർണ്ണ സൗഖ്യം അവിടെ സംഭവിച്ചു അല്ലേ? പൂർണ്ണ സൗഖ്യം. ഓ യേശുവിൻ്റെ അത്ഭുതത്തിന് നന്ദി കർത്താവേ. അങ്ങ് തൊട്ട് വെടിവെച്ച രോഗം കേട്ടെ. സൗഖ്യം നമ്മുടെ അവകാശമാണ്, അത്ഭുതം നമ്മുടെ അവകാശമാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. സാക്ഷ്യമുള്ളവർ പറഞ്ഞോട്ടെ. ബ്രദറെ, ഒരുപാട് നാളായിട്ട് എനിക്ക് സുവിശേഷം പറയാനോ ഒരു പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇന്നലെ ഒരു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ദൈവം കൃപ തന്ന ഒരു യാത്രയിൽ മുട്ടുവേദനയായിട്ടുള്ള ഒരു നന്ദിനി എന്ന് പറയുന്ന അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിടുതലായോ ഒന്നും എനിക്കറിയത്തില്ല, ആദ്യമായിട്ട് കാണുന്നതാണ്. സ്തോത്രം. ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിന് കോടാനുകൂടി നന്ദി പറയുന്നു. അപ്പാ സ്തോത്രം. നന്ദി കർത്താവേ. ഈ കൂട്ടത്തിൽ തന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു മിനിറ്റ് സിസ്റ്റർ, ഈ കൂട്ടത്തിൽ തന്നെ കർത്താവ് എന്നെ ഒരു ചാൾസ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം കാണിക്കുന്നു. 3 തലമുറകൾക്കകത്ത് രണ്ടാമനായിട്ടാണ് ഞാൻ ചാൾസിനെ കാണുന്നത്. ഈ ചാൾസുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ 3 തലമുറയ്ക്കകത്ത് രണ്ടാമനായിട്ടാണ് കാണുന്നത്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ മകനെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആ കുടുംബത്തിൻ്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ചാൾസുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോണേ. ദൈവത്തിൻ്റെ വലിയ കൃപ ഇന്ന് നമ്മുടെ അനുഭവിക്കുവാൻ, നിങ്ങളുടെ പ്രാർത്ഥന ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ വിഷയങ്ങളെ മാറ്റുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. ഗോഡ് ബ്ലെസ് യു. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് വന്നതാണ്. അത് സ്വീകരിച്ചോണേ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ആമേൻ പറഞ്ഞ ആ പ്രവചനാലോചന സ്വീകരിച്ചോണേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? പറഞ്ഞോ. പറഞ്ഞോ. എനിക്ക് എന്റെ എളിക്ക് വേദന കുറവുണ്ട്. പ്രാർത്ഥിച്ചപ്പോ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് എഴുന്നേക്കുമ്പോ ഒക്കെ ചിലപ്പോ ഇങ്ങനെ ഈ എളി വെട്ടിയ പോലെ കുറച്ചു നാളായായിരുന്നേ. രാവിലെ ഒക്കെ എഴുന്നേക്കുമ്പോ എഴുന്നേറ്റ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് അനങ്ങുമ്പോഴൊക്കെ വേദന ഉണ്ടായിരുന്നു. എളിക്ക് കുറവുണ്ട് വേദന. ഇപ്പം
കുറവുണ്ടെന്നാണ് സിസ്റ്റർ പൂർണ്ണമായിട്ടും മാറിയെന്നാണോ? ആ വേദന മാറി. വേദന ഇപ്പൊ ഞാനിങ്ങനെ വളഞ്ഞൊക്കെ നോക്കിയേ തിരിഞ്ഞും അതായത് ഒക്കെ. സിസ്റ്റർക്ക് 5-6 മാസമായിട്ട് എലിക്ക് വേദനയായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചപ്പം ആശ്വാസമാണ്, പൂർണ്ണ സൗഖ്യമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ വേദന ഇല്ല ബ്രദറെ. അതാണ് കേൾക്കേണ്ടത്. വേദനയില്ല, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞോണ്ട് ഇപ്പം വേദനയില്ല. 5-6 മാസമായിട്ട് എണീക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം സൗഖ്യമായെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കിയല്ലേ? നോക്കി. ഓ കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവം തൊട്ട് കേട്ടോ. നമ്മളെ രോഗിയാക്കി കിടത്താൻ പിശാചിൻ്റെ ആഗ്രഹമെങ്കിൽ എന്നെ സൗഖ്യമാക്കി നടത്തുവാനാണ് യേശുവിൻ്റെ ആഗ്രഹം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറയാനായിരുന്നു. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ബ്രദർ, എൻ്റെ പേര് സൂര്യ. 2021 മുതൽ ഞാൻ ഹാർട്ടും ലങ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖത്തിന്റെ ചികിത്സയിലാണ്. അതൊരു അസുഖം, വളരെ റെയർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അതിന് ട്രീറ്റ്മെന്റ് പോലും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പൊ എനിക്കൊരു അതിന്റെ പരമായിട്ട് എനിക്ക് വയറിൽ ഒരു സൂചി കുത്തിയിട്ട് 24 hours രാത്രിയും പകലും എപ്പോഴും ഇങ്ങനെ 2021 മുതൽ ഒരു ട്രിപ്പ് പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. അതൊരു ഒരു ദിവസം മാക്സിമം 4 മണിക്കൂർ കൂടുതൽ മെഡിസിൻ പോകാത്തില്ലാത്തൊരവസ്ഥയാണ്. ഫുൾ ടൈം രാത്രിയും പകലൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നിട്ടും കുറവില്ലാഞ്ഞിട്ട് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് അമേരിക്കയിൽ നിന്ന് ഒരു മരുന്ന് വരുത്തിയിട്ട് എല്ലാ 21 ദിവസം കൂടുമ്പോഴും ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. അത് ഹൈലി എക്സ്പെൻസീവ് ആണ്. എല്ലാ മരുന്നിനും ഹൈലി എക്സ്പെൻസീവ് ആണ്. എനിക്ക് 1 രൂപ പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഈ 21 ദിവസത്തെ ഇഞ്ചക്ഷന്റെ ഫലമായിട്ട് എനിക്ക് HB വളരെ അധികം കൂടുതലായിരുന്നു. ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കൂടുന്നതാണ്. അപ്പം എന്റെ വീടിനടുത്തുള്ള ചേച്ചി ഈ ഗ്രൂപ്പിലുണ്ട്. ആ ചേച്ചിയുടെ ഫ്രണ്ട്സും ഒക്കെ ഈ ഗ്രൂപ്പിൽ വർഷങ്ങളായിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരാണ്. എന്നോടും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. ഞാൻ ഇടയ്ക്ക് കയറും, പിന്നെയും മനസ്സും മടുക്കുമ്പോൾ അത് നിർത്തും. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഈ 2 ആഴ്ച മുമ്പ് ഞാൻ എന്നും ഇഞ്ചക്ഷന് പോകുന്നതിന് മുമ്പ് ചേച്ചിയോട് പറയും, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, HB കുറയണം, കുറഞ്ഞാലേ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചേച്ചി എന്നോട് പറയായിരുന്നു, അങ്ങനെ പറയരുത്, പിന്നെ യേശുവിന്റെ നാമത്തിൽ നിനക്ക് HB ലെവൽ കുറഞ്ഞതായിട്ട് നീ കുറഞ്ഞതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം, കുറയണേന്ന് പ്രാർത്ഥിക്കരുത്, കുറഞ്ഞു തന്നതിനായി പ്രാർത്ഥിക്കണം എന്നാ ചേച്ചി എപ്പോഴും പറയായിരുന്നു. അപ്പൊ ചേച്ചിയുടെ ഫ്രണ്ട് 2 ആഴ്ച മുമ്പ് ജോലിക്ക് മുമ്പ് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ വീട്ടിൽ വന്ന് എന്റെ തലയിൽ കൈവച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് HB ലെവൽ കൂടുതലായതുകൊണ്ട് ഇഞ്ചക്ഷൻ ഒക്കെ മുടങ്ങിപ്പോയായിരുന്നു. ഇഞ്ചക്ഷൻ മുടങ്ങുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. എന്നിട്ട് ലാസ്റ്റത്തെ ദിവസം ചെന്നപ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ഇഞ്ചക്ഷന്റെ ഇത് കൂടുതലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് നടത്തി ഉച്ചയായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഇഞ്ചക്ഷൻ ചെയ്യാം. ചോദിച്ചു HB ലെവൽ കുറഞ്ഞു. HB ലെവൽ കുറഞ്ഞു ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് 17.2 എന്നുള്ളത് 16.8 ആയിട്ട് കുറഞ്ഞു. എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റി. ആദ്യമായിട്ട് അതില് ഒരു ഇഞ്ചക്ഷൻ എനിക്ക് വീട്ടിൽ തന്നു വിട്ടു. ഇത്രയും ഏപ്രിൽ മുതൽ ഇതുവരെ HB ലെവൽ കൂടുതലായിട്ട് എല്ലാ 21 ദിവസം കൂടുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന എനിക്ക് ഈ ലാസ്റ്റത്തെ പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ഇനി അടുത്ത പ്രാവശ്യത്തെ ബ്ലഡ് ടെസ്റ്റ് നടത്താതെ തന്നെ ഇഞ്ചക്ഷൻ ചെയ്യാം എന്നുള്ള ഒരു മെഡിസിൻ എനിക്ക് വീട്ടിൽ ആദ്യമായിട്ട് തന്നു വിട്ടു. യേശുവിന്റെ അടുത്തുകൊണ്ട് എനിക്ക് സത്യം തന്നതിനായി നന്ദി. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹോദരങ്ങൾക്കായി നന്ദി പറയുന്നു. വചനം കേട്ട് അതിനോട് പ്രതികരിച്ചവരെ ഓർത്ത് നന്ദി പറയുന്നു. ആ കുടുംബത്തിന് വേണ്ടി പോയി പ്രാർത്ഥിച്ചു. അതിന് മാത്രമല്ല സഹോദരിയെ ബലപ്പെടുത്തിയവർക്കും പറഞ്ഞതുപോലെ തന്നെ ആ ലെവല് അതുപോലെ തന്നെ തന്നതിന് നന്ദി പറഞ്ഞു. ആ വചനങ്ങളും പ്രാർത്ഥനയും രണ്ടും ആ സഹോദരിക്ക് ഇവിടെ സിസ്റ്ററെ ഇനി ഉറപ്പിച്ചാൻ പറയുന്നു. ആ HB ലെവല് ദൈവം ഇത്രയും നാളായിട്ട് നോർമലാകായിരുന്നു തമ്പുരാൻ പിടിച്ചു കെട്ടിയെങ്കിൽ ഡോക്ടർ തന്നെ ഇങ്ങോട്ട് വ്യത്യാസം പറഞ്ഞുവെങ്കിൽ ഉറപ്പിച്ചു ഇനി മരുന്ന് വേണ്ട. ഡോക്ടർ തന്നെ പറയും ഇനി മരുന്ന് വേണ്ട, ഈ ശരീരം ഫ്രീ ആയിരിക്കും എന്നുള്ള സാക്ഷ്യവും കൂടെ കേൾക്കാൻ വേണ്ടി പോകട്ടെ. ഡോക്ടർ തന്നെ പറയും ഇനി ടെസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. കർത്താവ് ഇതൊരു സൈനാണ്, യേശു തൊട്ടതിൻ്റെ സൈനാണത്. എല്ലാ ദിവസവും ഇനി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. HBയെ തൊടാമെങ്കിൽ തമ്പുരാന് പൂർണ്ണ ബോഡീനെയും തൊടാൻ തമ്പുരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് സഹോദരി കാണും കേട്ടോ.
ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ഈ സഹോദരിക്ക് വേണ്ടി ഇതുപോലെ അനേകർ പോയി പ്രാർത്ഥന കേട്ടോ. നിങ്ങൾ തകർന്ന ഭവനങ്ങൾ, വ്യക്തികൾ, കൂട്ടസൗഖ്യം കാണാൻ പറ്റും നിങ്ങൾക്ക്. ആമേൻ. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ഇപ്പൊ പറഞ്ഞ ആലോചനയിൽ കുഞ്ഞുമോളും തങ്കച്ചെന്ന് പറഞ്ഞ എന്റെ ചേച്ചിയും ഹസ്ബൻഡുമാണ്. ചേച്ചി 2-3-4 ദിവസമായിട്ട് ഒരു ഫുഡ് പോയ്സൺ വന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന, വയറ്റുവേദനയായിട്ട് ഡോക്ടറെ കണ്ടിട്ടും മരുന്ന് കഴിച്ചിട്ട് ഒന്നും കുറവില്ല. അത് ഞാൻ ഏറ്റെടുക്കുന്ന. ചേച്ചിക്ക് ഒരു 32 ഇപ്പം തന്നെ വിളിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. സുന്ദര ഉദരത്തിൽ കൈ വെക്കാൻ പറയണം. കൈ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചു. ഇന്ന് ഒരത്ഭുതം കാണും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു പറഞ്ഞു ഓരോരുത്തരോരുത്തർ പറയണേ. ആ, 5 മാസമൊക്കെ പെട്ടെന്ന് ഫൈബ്രോയിഡ് എന്തോ ഡീജനറേറ്റഡ് ആയിട്ട് ഭയങ്കര പെയിനായിരുന്നു. 2 മാസത്തേക്ക് പെയിൻ ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്രദറിന് മെസ്സേജ് ഇട്ടായിരുന്നു. പക്ഷേ ഒരു 4 ദിവസം കൊണ്ട് തന്നെ പെയിൻ കുറഞ്ഞു. അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. നന്ദി കർത്താവേ. പെട്ടെന്ന് പ്രഷർ കൂടി. ഇവിടെ തണുപ്പ് വരുമ്പോൾ പ്രഷർ, നാട്ടിൽ വെച്ച് പ്രഷർ ഉണ്ടായില്ല, പെട്ടെന്ന് അങ്ങോട്ട് അടിച്ച് പ്രഷർ കയറി. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പോൾ പ്രഷറും നോർമലായി. ഓ നന്ദി കർത്താവെ. കൊടുത്ത 2 സൗഖ്യത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഹലോ ബ്രദർ, സാക്ഷ്യം പറയാമേ. ഇന്നലെ പറഞ്ഞ വചനത്തെ പറ്റിയാണ്. ദൈവമക്കളെ ആർക്കും തൊടാൻ പറ്റുകയില്ലെന്നുള്ളത്. അപ്പൊ ഞാൻ ഇപ്പം റിട്ടയർഡായി. പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ വന്ന അവിടുത്തെ ഒരു വലിയ ജമ്മിയുടെ മകനാണ്. അപ്പം വന്ന് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. മദ്യം കഴിച്ചേച്ചു വന്ന്. അപ്പൊ ഇങ്ങനെ പറയും, ഞാൻ പറയും നിങ്ങൾ കുടിക്കാതെ വന്ന് പ്രശ്നം വല്ലതും പറയാനുണ്ടെ പറഞ്ഞു, അല്ലാതെ വരണ്ടെന്ന് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ അവര് എന്നോട് അവസാനമായപ്പോഴത്തേക്കിന് ഈ ഇടയിൽ കേട്ടു അവന്റെ മകള് ഒരു ക്രിസ്ത്യാനിനെ, ഹിന്ദു ആയിരുന്നു ആ വ്യക്തി. ആ പുള്ളിയുടെ മകൾ ഒരു ക്രിസ്ത്യാനിയെ കെട്ടി. ക്രിസ്ത്യാനിയെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തെ വിളിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കിനും ശത്രു ഒരു വഴി. നിങ്ങൾ സിസ്റ്റർ എല്ലാ ദിവസവും ഇപ്പോൾ സൗരി പറഞ്ഞ പോലെ നമുക്ക് വിരോധമായിട്ട് ആൾക്കാർ എണീക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് എക്സ്ട്രാ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം വെച്ചാൽ നമുക്ക് വിരോധം നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വിരോധമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ സൗരി പറഞ്ഞ പോലെ തന്നെ അവരെ നമ്മൾ ശത്രുവായിട്ട് കാണരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തെ യേശുവിന് വേണ്ടി അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഇനി ദിവസങ്ങളിൽ ഓർത്തോണം. സൗരി പറഞ്ഞ പോലെ തന്നെ ദോഷം നമുക്ക് സംഭവിച്ചു, നമുക്ക് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് വിരോധം വരുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. കർത്താവെ, കുടുംബം തകരാതെ ആ കുടുംബത്തിൻ്റെ അകത്ത് യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ഉണ്ടാകാൻ വേണ്ടി സിസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് സുവിശേഷത്തിലൂടെ ആ കുടുംബത്തെ രക്ഷിക്കും കേട്ടോ. കർത്താവ് ഇന്ന് അവരുടെ ദുഃഖവാർത്ത നമ്മൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുവാൻ, അത് മാത്രമല്ല അവരെ നേടാനും നമ്മുടെ മേൽ നിയോഗമുണ്ട്. അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് അതിൻ്റെ സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവർ? പറഞ്ഞാട്ടെ. സാക്ഷിയുള്ളവർ പറഞ്ഞു. കഴിഞ്ഞ മാസം 18-ാം തീയതി ബ്രദർ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു ചുമരില്, ഒരു വാളില് ഒരു ചക്രം പോലെ വന്ന എറിയുന്നൊരു അമ്പെറിഞ്ഞ് കളിക്കുന്ന ഒരു ഡിസ്ക് കാണിക്കുന്നു. അതിലത്തെ മൂത്ത തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പറഞ്ഞിരുന്നു. ഞാൻ ആ ചിത്രം ബ്രദറിന്റെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ബ്രദർ കണ്ടോന്നറിയില്ല. അത് തന്നെയാണോ എന്നറിയാനായിട്ട്. ഞാൻ നോക്കിയില്ല. നമ്മുടെ ഇല്ല. 18-ാം തീയതിയാണ് ഉണ്ടായിരുന്നത്. 20-ാം തീയതി മോളുടെ വിവാഹത്തെ സംബന്ധിച്ച് നിശ്ചയിക്കേണ്ട പ്രശ്നം ഉണ്ടായി. ഈ നവംബർ 3-ാം തീയതി വിവാഹം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ബ്രദർ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. ബ്രദറെ, ദൈവം ചില കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത് മറഞ്ഞിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ എടുത്തു മാറ്റാൻ വേണ്ടിയാണ്. അത് സ്വീകരിച്ചോണം. ദൈവം അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. God bless you. God bless you. Amen. 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you.
പറഞ്ഞോ. ഈ വിഷയം ഞാനും ഏറ്റെടുക്കണം. നമ്മുടെ വീട്ടിലുണ്ട് ഇങ്ങനെ അമ്പ് ചെയ്യുന്നത്, മൂത്ത തലമുറയാണ്. അത് ഞാൻ ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവിൻ്റെ സാക്ഷിയാക്കി ദൈവം മാറ്റും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ബ്രദറെ, എനിക്ക് ഒരു മാസം മുമ്പ് ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ചായിരുന്നു, സെർവിക്കൽ സ്പൈനിന്റെ. അത് ഓപ്പറേഷൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു മിറക്കിൾ വേണമെന്ന് കുറെ നാളത്തേക്ക്. പക്ഷെ അത് അവസാനം എന്റെ കൈയൊക്കെ കോച്ചിട്ട് എനിക്ക് കൈ കൊണ്ടൊന്നും ചെയ്യാൻ മേല, രണ്ട് കൈയും. അപ്പം ഡോക്ടറിന്റെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി തളർന്നു പോകുന്നു. എനിക്ക് വളരെ പേടിയായിരുന്നു. പക്ഷെ ഞാൻ അജിത സിസ്റ്ററിന്റെ അടുത്ത് അവസാനം ഓപ്പറേഷൻ നിശ്ചയിച്ച 6-ാം തീയതി ഞാനങ്ങനെ പോയി അജിത സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചേക്കണമെന്ന്. ധൈര്യമായിട്ട് ഞാൻ അവിടെ പോയി എല്ലാം ചെയ്തു. കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻ ആയിരുന്നു, പക്ഷെ അതെല്ലാം ഭംഗിയായിട്ട് ദൈവം ചെയ്തു എന്ന് എനിക്ക്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ ഒരു 3-4 മാസം ആകുമ്പോഴേ ഇങ്ങനെ നടക്കത്തുള്ളൂ എന്നൊക്കെ. ബട്ട് വിതിൻ 1 month 6-ാം തീയതി ചെയ്ത് ഇപ്പൊ ഈ 6-ാം തീയതി ഒരു മാസമാണ്. എനിക്ക് എന്നാണ് കംപ്ലീറ്റ് ഹീലിംഗ് ആയിട്ട് തോന്നി. ഞാൻ എപ്പോഴും പ്രാർത്ഥനയിൽ കയറുമായിരുന്നു. ദൈവം അത്ഭുതം ചെയ്തു. തീർച്ചയായിട്ടും പറയണം, ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ രോഗത്തിനോ വേദനയ്ക്കോ എൻ്റെ മേലെ അവകാശമില്ല, ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ നടക്കുമെന്ന് തന്നെ പറഞ്ഞോണം എപ്പോഴും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി? പറഞ്ഞോ പറഞ്ഞോ. വണ്ടി എടുക്കാൻ പോയിട്ട് വണ്ടി എടുത്തിട്ട് വന്നു. ഹലോ പറഞ്ഞോ സിസ്റ്ററെ. അലക്സൻ ഈ വണ്ടി എടുക്കാൻ പോയതായിരുന്നു. എനിക്ക് പ്രാർത്ഥനയ്ക്ക് കയറാൻ വൈകിയത്. പോയി എടുത്തിട്ട് പോകുന്നു ബ്രദർ. അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ ആ വാഹനം കൊണ്ട് പോകാൻ കർത്താവ് കൃപ തരട്ടെ. സുവിശേഷത്തിന് വേണ്ടി തലങ്ങും വിലങ്ങും ഓടട്ടെ. ദൈവരാജ്യത്തിൽ ആ വണ്ടി പ്രയോജനപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. സാക്ഷിയുള്ളവർ പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞേ, ചുരുക്കം പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞേ. ഒരു സാക്ഷ്യം പറയാനുണ്ട്. നമുക്ക് എന്നും ഇവിടെ വീട്ടിൽ മലമഴ വെള്ളം വരുന്നത് പൈപ്പിലേ എന്നും വെള്ളം നോക്കും. എന്നും ഒരു 6 മണിയാകുമ്പോൾ വെള്ളം നമുക്ക് കഴിഞ്ഞാൽ 3 മണിക്ക് ശേഷമേ പൈപ്പിൽ വെള്ളം വരാറുള്ളൂ. അപ്പൊ നമ്മുടെ കാലത്തെ പണികളൊന്നും നടക്കുകയില്ല, എല്ലാം സ്റ്റക്കായി നിൽക്കും. അതുപോലെ പ്രാർത്ഥിച്ചു. തിരുവോണം നന്നായി വെള്ളം നിൽക്കണേ ഇല്ല. 10-25 ദിവസമായി നല്ല സ്പീഡിൽ വരുന്നുണ്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കാൻ പറ്റും. അല്ലെങ്കിൽ 3 മണി കഴിഞ്ഞാൽ റെസ്റ്റേ ഉണ്ടാവില്ല. അതുവരെ നമുക്ക് ജോലിയായിരിക്കും ഈ വെള്ളമില്ലാത്തതുകൊണ്ട്. വലിയൊരു അനുഗ്രഹമാണ് തന്ന ദൈവം. ഞാൻ ഒരുപാട് ദിവസമായി പറയണം വിചാരിക്കണം. പെട്ടെന്ന് അത് പറയാൻ പറ്റിയില്ല. ദൈവത്തിനോട് ഞാൻ മാപ്പ് പറയണു ബ്രദർ. കർത്താവെ അങ്ങ് കൊടുത്ത വലിയ സാക്ഷ്യത്തിന് നന്ദി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ദൈവം അറിയുന്നല്ലോ, പ്രവർത്തിക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു ബ്രദറെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജോൺസൺ ബ്രദർ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. ആ സഹോദരന്റെ വൈഫ് ഗൾഫിലാണ്. ആ പുള്ളിക്കാരിക്ക് ഈ ശരീരത്തിന് മൊത്തം ഭയങ്കര ക്ഷീണവും ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിൻ്റെ ഒരു 8:30 ആയപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞു, ഇപ്പൊ പൂർണ്ണ സൗഖ്യമായി, ഒരു കുഴപ്പമില്ല, ശരീരം വളരെ ഫ്രീ ആയെന്ന് കേൾക്കുവാൻ, ദൈവനാമത്തിൽ കേൾക്കുവാൻ ഇടയായി തീർന്നു. നന്ദി കർത്താവേ. ഇനിയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ബന്ധിതരാക്കി. ഗോഡ് ബ്ലസ് യു ബ്രദറെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പറഞ്ഞു. ഹലോ ബ്രദർ, ഞാൻ ഈ 8-ാം തീയതിത്തെ പ്രവചനത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പ്രവചനം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അതിന് മുമ്പേ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഈ 15 ദിവസമായിട്ട് തലയുടെ ഉച്ചിയില് ഭയങ്കര വേദനയായിരുന്നു. ഉറക്കൂല, ഒന്നുമില്ല. അപ്പൊ അന്നത്തെ ദിവസം 8-ാം ദിവസത്തെ പ്രവചനത്തില് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എല്ലാവരും കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയ തലവേദനയാണ്. ഇത്ര ദിവസമായിട്ടും വന്നിട്ടില്ല. അത് ഇടയ്ക്ക് സിസ്റ്റർക്ക് വരാനുള്ളതാണോ അതോ 15 ദിവസമായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ വന്നത്? 15 ദിവസമായിട്ട് കണ്ടിന്യൂസ് തലവേദനയായിരുന്നു. ഓർക്കൂല, അങ്ങനെ ഭയങ്കര. പക്ഷെ മിനിയാന്ന് 8-ാം ദിവസത്തെ കേട്ട അന്ന ദിവസം തന്നെ എനിക്ക് തലവേദന പോയി. പക്ഷെ അന്നത്തെ ദിവസം രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം എനിക്ക് തലവേദനയില്ലേ ഒന്നുമില്ല. ഇപ്പൊ ഇത്ര ദിവസം 2 ദിവസം ഉറക്കൂല, എങ്കിലും എനിക്ക് തലവേദനയില്ല.
നന്ദി കർത്താവ്. വലിയൊരു കാര്യമാണ്. 15 ദിവസമായിട്ട് കണ്ടിന്യൂസ് തലവേദനയായിരുന്നു. എന്നാൽ പ്രാർത്ഥനയിൽ കർത്താവ് ഒരു സൗഖ്യമാക്കിയിട്ട് ഇനി സ്വന്തമായിട്ട് പറഞ്ഞാലും കർത്താവ് ഞാൻ സമാധാനത്തോടെ ഉറങ്ങും, നീയല്ലേ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കും. അതുകൊണ്ട് വേണം ഞാൻ സമാധാനത്തോടെ ഉറങ്ങുമെന്ന് പറഞ്ഞോണം. ആ ഉറക്കവും ഇപ്പം തന്നെ ലഭിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഞാനൊരു സാക്ഷ്യം പറയുന്നേ. പറഞ്ഞോ. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. ഇടുക്കിന്നാണ് വിളിക്കുന്നത്. ഇവിടെ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇവിടെ ഭയങ്കര മഴയാണ്. ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയാണ് ഇവിടെ. ഇന്നലെയൊക്കെ ഭയങ്കര വെള്ളം. ഇങ്ങനെ എൻ്റെ വീട് ഇങ്ങനെ കുറച്ച് താഴ്ന്നിട്ടാ, മുകളിലൊക്കെ പൊക്കമുള്ള സ്ഥലമാണേ. അവിടുന്ന് ഇങ്ങനെ വെള്ളം വല്ലാണ്ട് ഒഴുകി വരും. ഇന്നലെയൊക്കെ എനിക്ക് പേടിയായി ഞങ്ങൾക്ക്. അപ്പൊ ഇന്നും അതുപോലെ ഉച്ച കഴിഞ്ഞപ്പം ഈ തുലാമഴ എന്ന് പറയില്ലേ, അതിങ്ങനെ പെയ്യാനായിട്ട് ഇങ്ങനെ ഇരുണ്ട് കൂടി ആകാശം എല്ലാം കറുത്തിരുണ്ട് വന്നു. അപ്പൊ ഞാനിങ്ങനെ കൈ നീട്ടി വെച്ച് പറഞ്ഞിങ്ങനെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, മഴ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അതൊക്കെയാലും ഇതുവരെ ഈ മഴ പെയ്തില്ല ബ്രദറെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് അധികാരത്തെ ഉപയോഗിച്ചോണം. നമുക്ക് പ്രതികൂലമായി വരുന്ന പ്രപഞ്ചത്തിൽ എന്തിനേയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ബൈബിളിൽ പറഞ്ഞ പോലെ സൂര്യനെയും ചന്ദ്രനെയും നിർത്തിയതുപോലെ നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ അധികാരമുണ്ട്. കർത്താവ് അത് പ്രവർത്തിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമം ഇനി അധികാരത്തെ ഉപയോഗിച്ചോണം. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാർക്കെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? ഒരു സാക്ഷ്യം പറയട്ടെ. പറഞ്ഞോ. ബ്രദറെ, കഴിഞ്ഞ മാസം ബ്രദർ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പോയി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കും ഷുഗറൊക്കെ കൂടുതലായി, പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ D3 ഒക്കെ കുറഞ്ഞിട്ട് എനിക്ക് കാലിന്റെ വേദനയൊക്കെ ആണെങ്കിലും എനിക്ക് തീർച്ചയായിട്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാനിടയായി. അപ്പൊ നമ്മുടെ ഒരു കസിന്റെ ഭാര്യ അവിടെ പെട്ടെന്ന് അവർക്ക് വയറൊക്കെ കംപ്ലൈന്റ് ആയിട്ട് വലിയ സീരിയസ് ആയിട്ട് ക്യാൻസറിന്റെ വലിയ ഒരു അവസ്ഥയിലോട്ട് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. പെട്ടെന്ന് അഡ്മിറ്റ് ആക്കി. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം ഡോക്ടർ അവരെ കണ്ടിറങ്ങിപ്പോയതേ ഉള്ളൂ. അപ്പൊ അവരുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഒരു ഓപ്പറേഷൻ 2 ദിവസത്തിനുള്ളിൽ നടത്തണമെന്ന്, നടത്തുമെന്ന് പറഞ്ഞു. അത് സീരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻ, അവർക്ക് വയറിലെന്തോ വലിയ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ യേശുവിന്റെ അടിപ്പണരാൻ സൗഖ്യം ഉണ്ടാകുന്ന നന്ദി പിതാവേ എന്നൊക്കെ കുറിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവിടുന്ന് പോകുന്ന ഒരു 2 മണിക്കൂർ, ഒരു സന്ധ്യ ആയപ്പോ തന്നെ അവരെ നേരം വെളുത്തപ്പോൾ അവരെ ഓപ്പറേഷൻ ചെയ്യാൻ കയറി. ഒരു 8 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ഹോസ്പിറ്റലിലോട്ടായി. അപ്പൊ മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർ അവരോട് പറഞ്ഞു കീമോ ഒക്കെ ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷെ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവറായി പോകാം, കീമോ ചെയ്യണ്ട, അത് യാതൊരു ക്യാൻസർ ഇല്ല, റിക്കവറായി എന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറയണോന്ന് പറഞ്ഞു വിട്ടു എൻ്റെ ഹസ്ബൻഡിനോട്. ഇനി യേശുവിന്റെ അടിപ്പണരാൽ സൗഖ്യം വന്നതിനായി നന്ദി പിതാവേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ക്യാൻസർ അവിടെ പറഞ്ഞതാണ്, കീമോ പറഞ്ഞതായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം, ചെക്കപ്പിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കീമോ വേണ്ട, ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. കർത്താവ് പ്രാർത്ഥനയിൽ ശക്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. അനേകർക്കു വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചോണേ. അനേക രോഗികളെ സൗഖ്യമാക്കുവാൻ ഇനിയും ദൈവം ഉപയോഗിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഹലോ ബ്രദർ, പറഞ്ഞോ. ഒരു സാക്ഷ്യം പറയാനുണ്ട്. നമ്മുടെ മോളുടെ റിലേഷനാണേ, ഒരു തിരുപ്പൂരാണ്, തമിഴ്നാട്. അവർക്ക് ടൈലറും ഉണ്ട്, ഇതേപോലെ ടൈലർ പണിയുണ്ട്, ഇതേപോലെ കുട്ടികൾക്ക് ട്യൂഷനും കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറേ ദിവസമായി, കുറേ മാസങ്ങളായി അവർക്ക് ഇടുപ്പ് വേദന. ഒരു സ്കൂട്ടിയിൽ വരുമ്പോൾ, പാലക്കാട് വരുമ്പോൾ, മലമ്പുഴയ്ക്ക് വരുന്ന സമയത്ത് അച്ഛനും മോളും അവരും കൂടിയിട്ടാണ് വരിക. ഭാര്യയും ഭർത്താവും മോളും കൂടിയിട്ടാണ് വരിക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 അവർ വേണം ഇങ്ങോട്ട് പാലക്കാട് എത്താൻ. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട് നോക്കിയിട്ടാണ് അങ്ങനെ വരാറുള്ളത്. വണ്ടി അവിടെ നിർത്തിയാലും ഒരുപാട് റിസ്ക്. വന്ന ഉടനെ അവിടെ അങ്ങനെ കിടക്കും. പോകുമ്പോഴും എണിക്കാനേ വയ്യ പറഞ്ഞ പോലെ ഞാൻ ഈ
വാട്സപ്പിൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡെയിലി കേൾക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, കൈവച്ചും പ്രാർത്ഥിച്ചു. ബ്രദർ ഇപ്പോൾ അവർ പറഞ്ഞു എൻ്റെ വേദന വിട്ടു മാറിപ്പോയി അമ്മ. എങ്ങനെ മാറിയെന്ന് അറിയില്ല, പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു, ഒരു നന്ദി കർത്താവ്. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞത്. ആ ഇടുപ്പിന് വേദനയായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ കിടക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ പ്രിയ സഹോദരി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഇനി ഒരു വേദനയില്ല. ഇത്രയും നാളായിട്ട് അത്ര വാഹനത്തിൽ പോയാൽ പോലും വേദന എടുക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ യേശു അത്ഭുതം ചെയ്തു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേകരെ പ്രാർത്ഥിക്കുക, സൗഖ്യമാക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകം പേർക്ക് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അനേകരെ വിടുവിക്കാൻ ഉപയോഗിക്കും കേട്ടോ. എല്ലാവരും ഞാൻ പറഞ്ഞത് നിങ്ങളെ കർത്താവ് ഉപയോഗിക്കും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ബ്രദറെ, ഇന്ന് എൻ്റെ വലത്തെ മുട്ടിന് ഇടയ്ക്കിടയ്ക്കെല്ലാം വേദനയുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയെന്ന്. എനിക്ക് കുത്തി നടക്കുമ്പോഴും പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യം ഉണ്ടായി. പൂർണ്ണ വിടുതൽ കിട്ടിയ സിസ്റ്ററെ? അതെ, എനിക്ക് നന്ദി കുഴപ്പമില്ല. കർത്താവ്. ആ വേദന സ്തോത്രം. മുട്ടിൻ്റെ ആമേൻ. വേദനയായിരുന്നു. കർത്താവ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം അനുഭവിക്കുന്നവർ, സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ പ്രൈസ് ലോർഡ്. പറഞ്ഞോ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ നടുവേദനയിൽ ഭാരപ്പെട്ടിരുന്നേ. ഞാൻ കിടന്നിട്ട് വചനം കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കാൻ പറ്റാതെ വിഷമത്തിലായിരുന്നു. അന്ന് ബ്രദർ പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പം പിന്നെ വേദന ഉണ്ടെങ്കിൽ ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പം 3-4 ദിവസമായി വേദന ഒന്നുമില്ല. കാല് മടക്കി വെച്ചിരിക്കാം. എത്ര നാളത്തെ സിസ്റ്ററെ ബുദ്ധിമുട്ടായിരുന്നു? എത്ര നാട്ടിലെ ബുദ്ധിമുട്ടായിരുന്നത്? വേദന പണ്ട് ഞാൻ 23 കൊല്ലം മുന്നേ ഇങ്ങനെ വേദന ഉണ്ടായിരുന്നു എനിക്ക്. അന്ന് ദൈവത്തിന് അറിഞ്ഞില്ലായിരുന്നു. അതിപ്പം ഡോക്ടർ കാണിച്ചപ്പോ അന്ന് കാലൊക്കെ നടുവിലും വേദനയായിരുന്നു. ഡോക്ടർ കാണിച്ചപ്പോ എക്സ്റേ എടുത്തപ്പോ 2 കാലിന്റെ ഇതില്ലായിരുന്നു. കാലിന്റെ ജോയിന്റ്, അരേന്റെ അടുത്ത് ജോയിന്റ്, 2 കാലിന്റെ അര ജോയിന്റ് നടുവിന്റെ. അപ്പൊ 2 കാലിന്റെ അരേന്റെ ജോയിന്റ്. അപ്പൊ ആ 2 എക്സ്റേ എടുത്തപ്പോ ഒരു എല്ല് തേയ്മാനം ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് പിന്നെ എന്നാ വെട്ട് കെട്ടിച്ച് കാലിന് പൂഴി കെട്ടി കിടക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം കർത്താവ് ഏറ്റെടുത്തത്. അപ്പൊ പിന്നെ അത് വേണ്ടി വന്നില്ല. പിന്നെ കർത്താവ് സൗഖ്യമാക്കി. നടുവിന് വേദന വരുമ്പോ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ ചികിത്സ എടുക്കേണ്ടി വന്നില്ല. കർത്താവ് സൗഖ്യമാക്കുക. അതേപോലത്തെ വേദന കഴിഞ്ഞ ആഴ്ച എനിക്ക് വന്നിരുന്നു. കാലിലും വേദനയായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ പൂർണ്ണ സൗഖ്യമാണ്. ഇത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ പറഞ്ഞത്. ചിരിക്കുക എനിക്ക് കണ്ടത് 22 വർഷമായിട്ട് ഡോക്ടർ പറഞ്ഞ് മുട്ടിൻ്റെ തേയ്മാനത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വേദന. ഇത്രയും കാലമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞു കേട്ടില്ല, കാല് മടക്കാനോ കിടക്കാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു വേദന കൊണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം രോഗം ഇപ്പോഴാണ് സൗഖ്യമായതെന്ന്. നേരത്തെ സൗഖ്യമായതാണോ? ഇപ്പം സൗഖ്യമായതാണോ? 4. നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്ന. വേദന യേശു വിടിവിച്ച കൃപയ്ക്ക് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമം. ഇത്രയും വർഷമായി കാലപ്പഴക്കം ചെന്ന ഇത് നാട്ടിൽ വരുമ്പോൾ ഈ സാക്ഷ്യം വന്ന് പറഞ്ഞു കേട്ടോ സിസ്റ്ററെ. അനേക നടുവിലും വേദനയും തേയ്മാനം വയ്ക്കുന്ന രോഗികൾക്ക് ചാടി എണീക്കുവാൻ നിങ്ങളുടെ സാക്ഷ്യം മറ്റൊരു സാക്ഷി ഉളവാക്കും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് മൈക്ക് മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുന്നവർ പറയാൻ വേണ്ടിയുള്ളവർ വല്ലതും ആണോ? ബ്രദറെ, പറഞ്ഞോ. ബ്രദറെ, സാക്ഷ്യമല്ല, ഞാനൊരു പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടിയിട്ടാണ്. സിസ്റ്ററെ പ്രയർ റിക്വസ്റ്റ് ഞാൻ പറയാം. അത്രയ്ക്ക് അർജന്റ് ആണ് സിസ്റ്ററെ? മീൻസ് ഹോസ്പിറ്റൽ കേസോ? ഹോസ്പിറ്റൽ കേസാണ് ബ്രദറെ. എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ബ്രദറെ. ഞാനൊരു കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ശ്വാസമുട്ടലും ശരീരം മുഴുവൻ നീരുമായിരുന്നു. അപ്പൊ കാർഡിയോളജിസ്റ്റിനെ കാണിക്കണമെന്ന് എല്ലാവരും പറഞ്ഞ് കാർഡിയോളജിസ്റ്റിനെ കാണിച്ചപ്പം എൻ്റെ ഹാർട്ടിന് 21% പമ്പിങ് ഉള്ളൂ. പിന്നെ മിട്രൽ വാൽവ് അതിനകത്ത് കാൽസ്യം ഡിപ്പോസിറ്റ് ചെയ്ത് ഹാർട്ടിന്റെ മസിൽസ് തീരെ ബലം, പേശികൾക്കൊക്കെ തീരെ ബലം കുറഞ്ഞു. ലെഫ്റ്റ് വെൻട്രിക്കിൾ കംപ്ലീറ്റ് ഫെയിലിയർ ആയി. അപ്പോൾ ഞാൻ വല്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 1.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കംപ്ലീറ്റ് റെസ്റ്റിലും
അതുപോലെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഒന്നും ആയിട്ടില്ല. എനിക്ക് സിസ്റ്റർ 57 കൈവച്ചു വയസ്സ്. സിസ്റ്റർ കൈവച്ചു ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് പ്രിയമകളുടെ ഹാർട്ടിൻ്റെ ഫെയിലിയർ ആയിട്ട് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ചൊന്ന് ബ്ലസ് ചെയ്യാം. കർത്താവെ, എല്ലാവരും ഒന്ന് ബ്ലസ് ചെയ്ത് കർത്താവെ, പുതിയ അവയവം നമുക്ക് കേട്ടല്ലോ, മരിച്ചുപോയ 4 ദിവസമായ ലാസറിന് ഡെഡ് ബോഡിയെ യേശു പേര് വിളിച്ച് പുറത്തെടുത്തു. അങ്ങനെയെങ്കിൽ കർത്താവിനൊരു പുതിയ ഹാർട്ട് കൊടുക്കാൻ ഒരുപാടുമില്ല. മരിച്ച ശരീരത്തെ, ബൈബിൾ പറയുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനായ കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രിയമകളെ അനുഗ്രഹിക്കുന്നു. പുതിയ ഹാർട്ട് ഉണ്ടായി വരും, പുതിയ ഹൃദയം കർത്താവെ, പുതിയ അവയവം പ്രിയമകൾക്കുണ്ടാകട്ടെ. പമ്പിങ് സിസ്റ്റം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പുതിയ അവയവം വരുന്നതോടെ കണ്ടീഷൻ ആകട്ടെ. ഡോക്ടർ തന്നെ പറയും ഇതൊരു അത്ഭുതമെന്ന് പറയും. ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. പുതിയത് എൻ്റെ യേശു നിർമ്മിച്ച കൃപയ്ക്ക് നന്ദി. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് തന്ന വചനത്തിനും ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്കും കർത്താവിന് തന്ന ദൈവികമായ പ്രവചന ആലോചനയ്ക്കുമായി നന്ദി പറയുന്നു. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാളെ നമുക്ക് പിന്നെ ഒരുമിച്ച് കൂടാം. ശനിയാഴ്ച നമുക്ക് പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്, സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. ഇന്ത്യൻ സമയം 8 മണിക്ക് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കും. UK ടൈം 3:30 അതിൽ പങ്കുചേരുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചരിത്രത്തെ മാറ്റും. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. രോഗികളായി ഭാരപ്പെടുന്നവർക്കൊക്കെ ഇത് കൊടുക്കുക. കർത്താവിൻ്റെ നാമത്തിൽ നമ്മളിത് ഫുള്ള് കഴിഞ്ഞ നമ്മളിടയ്ക്ക് ആഴ്ചയിലൊന്ന് ദിവസം നടക്കുന്ന പോലെ തന്നെ ഫുൾ പ്രയറാണത്. കർത്താവ് നിങ്ങളെ വിടിവിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവം നിങ്ങളോട് ഇടപെടും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നാളെ ഒരുമിച്ച് പിന്നെയും കൂടാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഷോർട്ട് മെസ്സേജുകൾ അയക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും പലപ്പോഴും പറ്റുന്നില്ല. എങ്കിലും അത് ഈ ദിവസങ്ങളിൽ തുടർമാനമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് കേൾക്കുന്നവർ അയച്ചു കൊടുക്കുക. ഞാൻ വിശ്വസിക്കുന്നത് അല്പമേ ആ വാക്യമുള്ളെങ്കിൽ അതിൻ്റെ അകത്ത് അത്ഭുതമുണ്ട്, പ്രവചന ആലോചനയുണ്ട്, ദൈവപ്രവൃത്തിയുണ്ട്. ധൈര്യമായിട്ടത് കൊടുക്കുക. വലിയ പ്രവർത്തികളാൽ ദൈവം നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ച് നമ്മുടെ വാട്സാപ്പിൻ്റെ ഒരു ചാനലുണ്ട് യൂട്യൂബിൽ, വാട്സാപ്പിൽ. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ട് പ്രയർ ഇല്ലാത്തപ്പോഴും എന്തെങ്കിലും മാറ്റം വരുമ്പോഴും ഒക്കെ ഒന്നും അറിയുന്നില്ല, തുരുതുരാന്ന് മെസ്സേജ് വന്നുകൊണ്ട് ഇങ്ങനെ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ഇൻഫർമേഷൻ അപ്ഡേഷനുകളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. നോട്ടീസുകളൊക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എനിക്ക് തോന്നുന്നത് കുറച്ച് ആൾക്കാരകത്തുള്ളൂ. അത് ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽസുകൾ അയക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കൃപ അനുഭവിക്കാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ മൈക്കെല്ലാം മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ അതുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇപ്പോൾ തന്നെ കണ്ടാട്ടെ. കണ്ടവർ യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ. യേശു ക്രിസ്തു എൻ്റെ കൂടെയുള്ളതുകൊണ്ട്